കേൾക്കുന്നില്ലേ? കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ കേൾക്കാം. കേൾക്കാമെന്നാണ് പറഞ്ഞത്. കേൾക്കാം കേൾക്കാം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ആമേൻ ദൈവം ഒരു വചനം തന്നിട്ടുണ്ട്. അത് ചിലപ്പം നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണോ എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം തന്നതാണ്. അതുകൊണ്ട് അത് മാത്രമേ എന്നോട് പറയത്തുള്ളൂ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ 27-ാം വാക്യമാണ് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ട് ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടു. നിങ്ങൾ ഏകാത്മാവിൽ നിലനിൽക്കും. എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടത്തും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് തന്ന വചനമാണിത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്ത് കുറിച്ചാണ് അവിടെ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പ കർത്താവേ, ഞങ്ങളുടെ കർത്തബുദ്ധി മണ്ഡലമെല്ലാം അബലമാകട്ടെ, ചിന്താമണ്ഡലമെല്ലാം ഫ്രീയാകട്ടെ. പരിശുദ്ധാത്മാവിനെയും പൂർണ്ണ കണ്ണിലേറ്റെടുക്കുന്നതിനായി പ്രാർത്ഥിക്കാം. വായനോടിരിക്കണം, നാവോടുകൂടിയിരിക്കണം. വേണ്ട പോലെ സംസാരിക്കാൻ തക്കണം. പരിശുദ്ധാത്മാവിനെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. പ്രാർത്ഥന യാതെല്ലാം കേൾപ്പിക്കാൻ സ്തോത്ര സഹോദരേശൊക്കെ തന്റെ അധികാരമുള്ള പുനഃനാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ മലയാളം വായിക്കണേ. നിങ്ങളുടെ സംഭാഷണം അല്ലെങ്കിൽ സംസാരം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി യോഗ്യമുള്ളതായിരിക്കട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടാലും ദൂരെ ഇരുന്നാലും നിങ്ങൾ ഏകാത്മാവിൽ ഉറച്ചു ഏക മനസ്സോടെ സുവിശേഷത്തിന് വിശ്വാസത്തിനായി ഒന്നിച്ചു പോരാടുന്നെന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് കേൾക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. only let your conversation because become the gospel of Christ എന്ന് പറയാം. കാരണം നമ്മുടെ ഇതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മളെങ്ങനെ കേൾക്കണം? സുവിശേഷത്തിന് യോഗ്യമായ വണ്ണം ഹല്ലേലൂയ മാത്രം നടക്കണം. നമ്മള് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസികളാണ്. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷയാണ് സുവിശേഷം. ഹല്ലേലൂയ. ആമേൻ. അല്ലെ? ദൈവത്തിന്റെ ഗുഡ് ന്യൂസ് അറിയിക്കാൻ നമ്മളെ ആക്കി വെച്ചിരിക്കണം. അപ്പൊ അതിന് യോഗ്യമായ വണ്ണം നടക്കണം. ഈ വാക്യത്തിൽ 3 കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾ വന്നു കണ്ടിട്ടോ ദൂരത്ത് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ കൂടെ ഉള്ളപ്പോഴോ കൂടെ ഇല്ലാത്തപ്പോഴും പറഞ്ഞു കേട്ടിട്ട് അറിഞ്ഞു കേട്ടിട്ടല്ല. നമ്മൾ എങ്ങനെയായിരിക്കണം പറയുന്നത്? ദൈവദാസൻ കൂടെ ഇരിക്കുമ്പോഴല്ല, ഇല്ലാതെ ഇരിക്കുമ്പോഴും നമ്മൾ മാറി നടക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മുടെ രഹസ്യ ജീവിതത്തിലാണ്, പരസ്യ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം പറയുന്നത്. ആമേൻ. ഇവിടെ പറയുന്നത് നിങ്ങൾ ഏക ആത്മാവിനാൽ നിലനിൽക്കും. ഒന്ന്, നമ്മൾ ഏക ആത്മാവിനാൽ നിലനിൽക്കണം. 2, എതിരാളികൾ ഒന്നിനും കുലുങ്ങി പോകാതെ. അപ്പൊ നമുക്ക് എതിരാളികൾ ഉണ്ടാവും, പക്ഷെ അവിടെ ഒന്നിനും കുലുങ്ങി പോകണം. ചെറിയ കാര്യമായിട്ട് വലിയ കാര്യം നമ്മുടെ വിഷയമായിട്ട് ഒന്നിനും കുലുങ്ങി പോകരുത്. അടുത്ത പറയുന്നത് നിങ്ങൾ ഏത് മനസ്സോടെ, ഒരൊറ്റ മനസ്സ് ഉണ്ടാവുള്ളൂ. ഏത് അവസ്ഥകൾ പോകുമ്പോഴും പല മനസ്സ് വരാൻ പാടില്ല, ഒറ്റ മനസ്സ്, ഏക മനസ്സോടെ അവിടെ പറയുന്ന സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. അപ്പൊ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് പോരാട്ടമുണ്ട്. അതിന്റെ പോരാട്ടം കഴിക്കണം നമ്മൾ എന്ന്. പിന്നെ അടുത്തത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ വണ്ണം മാത്രം നടപ്പിക്കും. അതിലൂടെ 4-5 കാര്യങ്ങൾ ആണ് ഈ ഒരു വാക്യത്തിന് ദൈവാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഈ അവസ്ഥയിൽ കടന്നു പോകും. പക്ഷെ നമ്മൾ എപ്പോഴും ഹല്ലേലൂയ ഏതവസ്ഥയിലായിരിക്കും ഒരുപോലെയാണോ? ഹല്ലേലൂയ അല്ല അല്ലെ? നമുക്ക് എല്ലാവർക്കും മാറ്റങ്ങളും ചിന്തകളും വിചാരങ്ങളും ഒക്കെ മാറി വരും. ഹല്ലേലൂയ. ഇവിടെ ആദ്യം നമ്മളോട് പറയുന്നത് സുവിശേഷത്തിന് യോഗ്യമായ വണ്ണം നടപ്പിൽ. എഫേസ്യർ 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കാം. ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാനത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പൗലോസ് എങ്ങനെ ബന്ധനായിരിക്കുന്നത്? പൗലോസ് എങ്ങനെ ആരാധനത്തിലായത്? പൗലോസ് എങ്ങനെ ബന്ധനത്തിലാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വേല നിമിത്തമാണ്.
അങ്ങനെ ആ വേല നിമിത്തം ബന്ധരായിരിക്കുന്ന കർത്താവിന്റെ ദിവസങ്ങളിൽ പ്രബോധിപ്പിക്കുന്നത് എന്താ പറയാ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പേൻ. ഹല്ലേലൂയ. നമ്മളെ എല്ലാവരും ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. എഫെസ്യരിലെ 1-ാമത്തെ പറയുന്നുണ്ടല്ലേ, ആമേ ആമേ എന്താ പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വേല എന്താണെന്ന് വിളികൾ ആശയം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന ഒരേ വിളിയല്ല. അത് നിങ്ങളാസിനെ വിളിച്ചിരിക്കുന്ന വിളിയല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെ വിളിച്ച വിളിയല്ല സമയത്തിന് വിളിച്ചിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്ന വിളി വ്യത്യസ്തമാണ്. അപ്പൊ നിങ്ങൾ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. അല്ലെങ്കിൽ വിളിച്ച വിളി സമയത്ത് എങ്ങനെ ആയിരിക്കണം നമ്മൾ അറിയുന്നത്. നല്ല ദേവദാസം ഒന്നും പറയണം നമ്മളോട്, പ്രവാചകൻ പറഞ്ഞു അറിയണമെങ്കിൽ. ഹല്ലേലൂയ. വേണ്ട, ദൈവത്തോട് നമ്മൾ ചോദിക്കണം അല്ലേ, അതായത് എന്നെ കുറിച്ച് നിന്റെ ആശയം എന്താണ്, നീ എന്തിനെന്നെ വിളിച്ചിരിക്കുന്നു, ഹല്ലേലൂയ, എന്താ ഞാൻ ചെയ്യേണ്ടുന്നത്. ഹല്ലേലൂയ. അങ്ങോട്ട് നമ്മളെ ലിസ്റ്റ് കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് ദൈവം പറയുന്ന കേൾക്കാനും കൂടെ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വിളിക്ക് യോഗ്യമാണ്. അത് എങ്ങനെ നടക്കണം, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൽ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല. ആരെങ്കിലും എങ്ങനെയെങ്കിലും നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. ദൈവത്തിന്റെ തിരുവചനത്തെ അനുസരിച്ച് നമ്മൾ നടക്കണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇവിടെ നിന്ന് എന്റെ മനസ്സിൽ ദൈവാസത്തില് പറഞ്ഞപ്പോൾ ഒരിച്ച് ഡെലിവറൻസ് മെസ്സേജ് പറയാൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശിച്ചു. പഴയ നിയമത്തിൽ ഒരു ഭാഗമൊക്കെ വരച്ചു തന്നു, പക്ഷെ ദൈവം നിന്നു. പിന്നെ ഞാൻ വേറൊരു വചന ഭാഗത്തിലേക്ക് പോയിരുന്നില്ല, അതിലപ്പോഴും ഇല്ല. ഇന്ന് വെളുപ്പിനെ പ്രാർത്ഥിക്കാനും ഞാനും വന്നേ ഇന്ന് വചനം പറയണോ, ഇതുവരെ ദൈവാത്മ വചനം ഒന്നും തന്നിട്ടില്ല, പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ആ രാവിലത്തെ വെളുപ്പിന്റെ പേര് പ്രാവശ്യം വെക്കണം, ദൈവം എനിക്ക് തീരുമാനം വന്നാൽ മതി 27-ാം വാക്യം തോന്നുന്നത്. ഹല്ലേലൂയ. അപ്പൊ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന അധികം ആൾക്കാർ വന്ന ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര മഴയായതുകൊണ്ട് അധികം ആൾക്കാർ വന്നു. പക്ഷെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്ന് വചനം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധയോടിരിക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധയോടായിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് അത് ചിലപ്പോൾ നമ്മളെ ഒരു വചനമായിരിക്കും നമ്മളെ വിടുവിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ഒരു വചനം മതി. അപ്പൊ ഈ വചനം എന്ന് പറയുന്നത് ഇവിടെ പ്രതിപോലെ ദേവദാസോട് പറഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര കോള്, അമ്മയ്ക്ക് സുഖമില്ല, ചെല്ലണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വരാൻ പറ്റത്തില്ല. അല്ലല്ല, കാരണം അത് ഞാൻ ഇന്നിവിടെ ശുശ്രൂഷിക്കാൻ ദൈവത്തിന്റെ തീരുമാനമാണെങ്കിൽ അത് ചെയ്യാതെ ഞാൻ വരും. അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ വീട്ടിൽ വണ്ടിയുണ്ട്, ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹല്ലേലൂയ. അപ്പൊ ഞാനിപ്പോൾ ഓടി അവിടെ വരെ എത്തുന്ന സമയം അതിന്റെ ആവശ്യകതയില്ല. കാരണം അത് ദൈവം നമ്മളോട് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര തടസ്സങ്ങൾ വെളിയിലേക്ക് വരുന്നെങ്കിൽ എനിക്കറിയാം ആ തടസ്സങ്ങൾ ശത്രു കൊണ്ടുവരുന്നതാണ്. അപ്പൊ ശത്രുവിന്റെ അവൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് തടസ്സങ്ങൾ നമ്മൾ നോക്കിയിട്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നമ്മുടെ പ്രാർത്ഥിച്ച സമയത്ത് അപ്പൊ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞ് നീയോടൊപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ഈ മീറ്റിംഗിൽ ഈ വചനം പറയണമെന്ന് ദൈവം പറഞ്ഞാണെങ്കിൽ ഇവിടെ വന്ന് ഇത് പറയണത് തന്നെയായിരുന്നു. അപ്പൊ പറയുന്നത് ഇവിടെ പൂർണ്ണ വിനയത്തോടും സൗമ്യത്തോടും ദീർഘക്ഷമയോടും നടക്കണം. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? പൂർണ്ണ വിനയം വേണം, സൗമ്യത വേണം, ദീർഘക്ഷമ വേണം. പിന്നെ അടുത്ത പറയുന്നത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും, അടുത്ത ആത്മാവിന്റെ ഐക്യത, ഏകാത്മാവ്, യൂണിറ്റി, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നമുക്ക് ഏകാത്മാവ്, നമ്മുടെ ആത്മാവ് ഏതാണ്? ഏതൊക്കെ ആത്മാവുണ്ട്? ദൈവത്തിന്റെ ആത്മാവുണ്ട്, മനുഷ്യന്റെ ആത്മാവും ദുരാത്മാവുണ്ട്, അല്ലേ? ഇത് മൂന്നും നമ്മളിൽ പ്രവർത്തിക്കും, അല്ലെ? ചില സമയത്ത് നമ്മൾ ഭയങ്കര പരിശുദ്ധാത്മാവിനാണ്, ചില സമയത്ത് നമ്മുടെ മാനുഷിക ആത്മാവ് നമ്മുടെ ഗൈഡിയാൻ വരുന്നു, ചില സമയത്ത് ദുരാത്മാവ് നമ്മുടെ ഗൈഡിയാൻ വരുന്നു. പക്ഷെ നമ്മള് വിശ്വാസിയാണെങ്കിൽ ദേവദാസൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ആത്മാവിനായിരിക്കണം. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് മാത്രമേ കർത്തൃത്വം ചെയ്യാൻ പാടുള്ളൂ. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള പരിശുദ്ധാത്മാവിലാണെന്നല്ല, സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുമ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിൽ തന്നെയാണെന്ന് പറയാൻ കഴിയണം നമുക്ക്. ഇവിടെ അത് എടുത്തു പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞ ആ വാക്യം അവിടെ ഞാൻ വീണ്ടും അത് ആ വാക്യത്തിലേക്ക് വരും തിരിച്ചാൽ ഇവിടെ പറഞ്ഞ ആത്മാവിന്റെ ഐക്യത, സമാധാനത്തിൽ കാപ്പൻ. അപ്പൊ ഐക്യത, യൂണിറ്റി. എവിടെ യൂണിറ്റി ഉണ്ടോ അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു. എവിടെ ഭിന്നതയുണ്ടോ അവിടെ പൈശാചിക ശക്തികളായിരിക്കും ഭരിക്കുന്നത്. ഒരു കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കന്മാർ തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ അവർക്ക് യൂണിറ്റിയോടുകൂടി അവർ മുട്ടമടങ്ങി പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുമെങ്കിൽ അവർ കരം കോർത്തൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണാത്ത ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ കഴിയും. പക്ഷെ ഈ തന്ത്രം പിശാചിന് അറിയാവുന്ന അവരെപ്പോഴും പിന്നിപ്പ് സ്വർഗം. ഭാര്യയും ഭർത്താവിനും ഭിന്നിപ്പിക്കും. ഹല്ലേലൂയ. അപ്പനും മക്കളും ഭിന്നിപ്പിക്കും. അങ്ങനെ സഭയുടെ വിശ്വാസിക്കും വാസ്തവം തമ്മിൽ ഭിന്നിപ്പിക്കും. വിശ്വാസം തമ്മിൽ ഭിന്നിപ്പിക്കും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ യൂണിറ്റ് വെളിപ്പെട്ടാൽ സിറ്റുവേഷൻ മാറും, അറ്റ്മോസ്ഫിയർ മാറും. ഹല്ലേലൂയ. ഇവിടെ അനേക ആൾക്കാരൊന്നുമില്ല, പക്ഷെ ഇരിക്കുന്നവരെല്ലാം ഒരുമലപ്പെട്ട നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവർ ഒരുമലപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നിടം കുലുങ്ങി. ഒരുമലപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്താ ആത്മാവ് ഹല്ലേലൂയ ആ പിളർന്ന് രക്തനാവും പോലെ ഇറങ്ങി. നമ്മളെല്ലാം എഴുതപ്പെട്ട ഒരു വാക്കുണ്ട്, ഒരുമനപ്പെടുക. ഹല്ലേലൂയ. അപ്പൊ ഓരോ മനസ്സ് നമ്മുടെ യാക്കോബിന്റെ ലേഖനത്തിൽ ഇരുമനസ്സുള്ള നമ്മളെ തമ്മിൽ പറയുകയാണ്. അപ്പൊ മറ്റുള്ളവരായിട്ട് നമ്മൾ തന്നെ ഇരുമനസ്സുള്ളവരാണ് സകലത്തിൽ അവസ്ഥകളാകുന്നു ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിക്കാതെ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇരുമനസ്സുള്ളവരാണ്. അല്ലെങ്കിൽ അല്പം വിചാരിക്കും മെസ്സേജ് കേൾക്കുമ്പോഴേക്കും ഇനിയിപ്പോ ഒരു പ്രശ്നമില്ല, ഞാൻ എല്ലാത്തിനെയും ജയിക്കും, ഞാൻ ഭയങ്കര തീയാണ് പവറാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേന് അതെല്ലാം പോകും. അലീര് മനസ്സായി അവിടെ. അപ്പൊ വരുവോ കിട്ടുവോ നടക്കുവോ പോകുമോ ഹല്ലേലൂയ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ഹല്ലേലൂയ അവിടെ പറയും ഇവിടെ ആത്മാവിന്റെ ഐക്യത സമാധാനം കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച ഭാഗത്തേക്ക് അടുത്ത അതിന് കൊലോസ്യരുടെ 10 വായിക്കാവോ? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്നു ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. വാക്യം ഇങ്ങനെ നിർത്താൻ പറ്റാത്തത് അത് വായിച്ചു പോട്ടെ വിചാരിച്ചത്. അല്ലെങ്കിൽ പറഞ്ഞേക്കുന്നത് നമ്മളെങ്ങനെ സുവിശേഷം യോഗ്യമാണോ നടക്കുമെന്നുള്ള വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലൂടെ പറയുന്നത് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്നു. ഹല്ലേലൂയ. ദൈവത്തെ അല്പം പ്രസാദിപ്പിക്കാം, ഹല്ലേലൂയ, കുറച്ച് പ്രസാദിപ്പിക്കാമെന്നല്ല, ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ളവരായി നടക്കണം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഭജനം വായിക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കും. ചില സമയങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ പോകും. അല്ല, ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുന്നത് പരിശുദ്ധാത്മ നമ്മളോട് നമ്മൾ എപ്പോഴും പൂർണ്ണ പ്രസാദമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. പൂർണ്ണ പ്രസാദം കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. എങ്ങനെ നടക്കണം? പാസ്റ്റ് പറയുന്നതൊക്കെ നടക്കണമെന്നല്ല, മറ്റ് വിശ്വാസികൾ നടക്കണമെന്നല്ല. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് പ്രസാദമാകുവാണ് നടക്കണം. കർത്താവിന് അങ്ങനെ പ്രസാദമാകും. നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ഹല്ലേലൂയ. കർത്താവ് വേണമല്ലേ? വിജയപാസ്റ്റർക്ക് എന്തൊക്കെ ഇഷ്ടമെന്ന് അങ്ങനെ നമ്മൾ അറിയുന്നത്. വിജയപാസ്റ്റർ പറയും, അല്ലെ നമ്മൾ ചോദിക്കണം. ചോദിച്ചാൽ ഒത്തിരി അടുപ്പുള്ളവരാണ് പറയാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അല്ലാത്തവരാണ് എന്ത് ചെയ്യണം വെച്ചാൽ ചോദിക്കണം, ദേവദാസനെ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ചോദിക്കും, എന്താ ഇഷ്ടമുള്ളത്? ചിക്കനാണോ, മട്ടനാണോ, ബീഫാണോ, ഫിഷാണോ, അതൊക്കെ ചോദിക്കും. അല്ലെ? ഞാനിവിടെ വരുമ്പോഴത്തേന് മീൻ എല്ലാത്തിനും പോയി മീൻ വാങ്ങിച്ചോണ്ട് കറി വെക്കും. കാരണം എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമല്ല. അല്ലെ? എന്താ കാര്യം? അത് ഒന്നി ചോദിച്ചാലേ പറഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. അല്ലെ? അപ്പൊ ദൈവത്തിന് കർത്താവിന്റെ പ്രസാദമാണ് എന്താന്ന് എങ്ങനെ അറിയുന്നത്? കമ്മ്യൂണിക്കേഷൻ വേണം, അതിനകത്തുള്ള ഒരു ഫെലോഷിപ്പ് വേണം. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കണം. അല്ലെ? നമുക്കൊരു ബന്ധം വേണം. റോഡിൽ കിടക്കുന്ന അവരുടെ ഇഷ്ടം നമ്മൾ ആരെങ്കിലും ചോദിക്കോ? ഇല്ല, കാരണം നമ്മൾക്ക് ബന്ധമില്ല. പക്ഷേ അവിടെ കർത്താവിന് യോഗ്യമാണ് നമ്മൾ നടക്കണമെങ്കിൽ കർത്താവിന് എന്താണ് ഇഷ്ടമെന്ന് നമ്മൾ അറിയണം. അത് അറിയണമെങ്കിൽ നമ്മൾ കർത്താവിനോട് സംസാരിക്കണം. സംസാരിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനൊരു ബന്ധം വേണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആ ബന്ധത്തിലേക്ക് ആകുമ്പോൾ
നമ്മൾ അത് ചോദിക്കാൻ തുടങ്ങും. അപ്പ എന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്താണ്? എന്നെ കുറിച്ചുള്ള വിളി എന്താണ്? ഞാൻ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ ഇങ്ങനെ നടന്നാൽ മതിയോ? ഹാലലിയ. ഇത് നിനക്ക് പ്രസാദമാണോ? നിനക്ക് സന്തോഷമാണോ? ഇത് ചോദിക്കും നമ്മൾ. ഹാലലൂയ. കർത്താവ് നിങ്ങൾ പൂർണ്ണ കർത്താവിന് യോഗ്യമാവണം എന്നാണ്. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പൊ ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും അപ്പം ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിലേക്ക് വരണം. അത് എപ്പോ വരുന്ന വെച്ചാൽ കർത്താവിന് യോഗ്യമാവണ്ണം നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ അത് നടക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ഹാലയ. നമ്മൾ അനുസരിക്കാൻ തുടങ്ങും. ഹാലൂയ. ഞാൻ പറയുന്ന വാക്യങ്ങളിൽ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഹാലയ. കാരണം ഇന്ന് ഇവിടെ ഹാലയ ഒരു ഡെലിവറൻസ് മെസ്സേജ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാം, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ആഴത്തിലേക്ക് മനസ്സിലാക്കി നിങ്ങൾ ഡെലിവർ ആകും. കാരണം അവരുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി ജയിച്ചു. ഹാലൂയ. നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഇഷ്ടം തിരിച്ചറിയണം. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ള ദൈവത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു. ആ ആത്മാവിനെ കുറിച്ച് അവൻ ജ്ഞാനത്തിന്റെ ആത്മാവാണ്, സുബോധത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ വിവേകത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, യഹോവയുടെ ആത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പരിജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും നമ്മൾ വേണം. ചില ആൾക്കാർക്ക് ഭയങ്കര ജ്ഞാനമൊക്കെ ഉണ്ടാവും, പക്ഷെ വിവേകം നമ്മൾ സമയം ഇവിടെ പോയിട്ട് എന്ത് പറയണം, എപ്പോ പറയണം, എങ്ങനെ പറയണം, എങ്ങനെ പെരുമാറണം, ഇതൊന്നും അറിയത്തില്ല. അത് ഭയങ്കര ജ്ഞാനമൊക്കെയായിരുന്നു. പക്ഷേ ചില ആൾക്കാർ ഭയങ്കര പരിജ്ഞാനമായിരുന്നു, പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം വേണം. നമ്മൾ ഇതെല്ലാം വേണം. ഇതെല്ലാം എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൃത്യമായി ചേർക്കുന്ന പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതെല്ലാം കൃത്യമായിരിക്കണം. അവന്റെ ഇഷ്ടത്തിൽ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന് സകല സൽപ്രവർത്തിയിലും ഫലം കാഴ്ച. ഏതെങ്കിലുമൊക്കെ സൽപ്രവർത്തിയിലെന്നല്ല, സകല സൽപ്രവർത്തിയിലും ഫലം കായ്ക്കണം. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അവിടെയൊക്കെ ഫലം കായ്ക്കണം. നമ്മൾക്കറിയാം ആത്മാവിന്റെ ഫലം. നമ്മൾ പരിശുദ്ധാത്മ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലും ആത്മാവിന്റെ ഫലം പുറത്തു വരാൻ തുടങ്ങും. അതുവരെ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മനുഷ്യ ആഹത്തിന്റെ നമ്മൾ എന്തൊക്കെ സ്വഭാവം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറയാം, നിങ്ങൾ എന്നെ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. മുന്തിരിവള്ളി എന്റെ കൊമ്പുകൾ വസിച്ചുള്ള മുന്തിരിവള്ളി ഫലം കായ്ക്കില്ല. ഞാൻ പലപ്പോഴും പറയും, നമ്മളെല്ലാവരും നമ്മുടെ ഫലം കഴിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫലം കാഴ്ചക്കുന്ന ഒരു പ്രയോജനമില്ല. അതൊക്കെ കുറച്ച് കഴിഞ്ഞ് നിൽക്കും. കാരണം നമ്മളിപ്പോ ഒരാളെ സഹായിക്കാൻ പോകുന്ന, ഒരാളെ എന്തെങ്കിലുമൊക്കെ ചാരിച്ചൊക്കെ ചെയ്യാൻ പോകുന്ന പലരും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫലം കഴിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഫലം കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൊമ്പുകളാണെങ്കിൽ മുന്തിരിവള്ളി തന്നെ ഫലം കഴിക്കണം. അപ്പൊ കർത്താവ് നമ്മളെ ഫലം കാണിക്കണം. കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കണം. അതുകൊണ്ട് സകല സൽപ്രവൃത്തി, എല്ലാ നല്ല സൽപ്രവൃത്തി ദൈവത്തിന്റെ അടുക്കൽ ഒരിക്കലും ഒരു തിന്മയില്ല. അപ്പൊ സകല സൽപ്രവൃത്തി ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫലം നമ്മൾക്ക് കാണിക്കണം. കൃഷിക്കാരൊക്കെ ഉണ്ടാവില്ലേ, കുരുമുളക് കൊണ്ടുവന്ന് ഏത് മരത്തിൽ പഴത്തിലാണ് അത് പിടിക്കുന്ന പറിക്കുന്ന കുരുമുളകല്ലേ? ആ പടർത്തുന്ന മരത്തിന്റെ കായാണ് പറ്റുന്നത് അല്ല. കാരണം നമ്മുടെ ഇതിന്റെ ഫോക്കസ് ചെയ്യണം. അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം നമ്മളിൽ പുറത്തിറങ്ങും. ഇവിടെ പറയാൻ സകല സൽപ്രവൃത്തി ഫലം കാഴ്ച ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരണമെന്നും, അടുത്ത പറയാൻ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും അവൻ മഹത്വത്തിന്റെ ബലവത്വത്തോണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ അടുത്ത പറഞ്ഞ സകല സഹിഷ്ണുതയ്ക്കും. മറ്റൊരിടത്ത് ഞാൻ ഇന്നലെ രാവിലെ വചനം വായിക്കുമ്പോൾ കഷ്ടം അനുഭവിക്കാനുള്ള വരം, അത് ഇതിൽ തന്നെയാണ്. നമുക്ക് ക്രിസ്തുവിനോട് കഷ്ടം അനുഭവിക്കാനുള്ള വരവും കൂടെ നൽകിയിരിക്കുന്നു പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതും ഒരു വരമാണ് കേട്ടോ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെയാണ് ഞാൻ വായിച്ചത്. അതെ, ഞാൻ ബാക്കി നമ്മൾ വായിച്ചത് 29 അത് ദൈവം തന്നെ വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവരോടും കൂടി അവന് വേണ്ടി കഷ്ടം അനുഭവങ്ങൾ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. സഹിഷ്ണുത എന്ന് പറയുക പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കളഞ്ഞ ലേഖനങ്ങളൊക്കെ നമുക്ക് എഴുതുന്നത്. അവിടെ സഹിക്കണം. അപ്പൊ സഹിഷ്ണുതയുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ കഷ്ടം അനുഭവിക്കുന്ന ഒരു വരമാണ്.
ആരും തരും ഈ കഷ്ടപ്പെടുന്ന വരം ആരും തരുന്നത്? പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഹാലയിലൂയ നമുക്ക് അമ്മ കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ നമ്മളെ ഹാലയിലൂയ അമ്മ ബലപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അത്ഭുതം തോന്നും. കാരണം പണ്ടൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ വന്നേക്കപ്പോ നമ്മളൊക്കെ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കുമായിരുന്നു. ലോകത്താണ് ചെയ്യുന്നത്, ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കും. പക്ഷെ ദൈവമക്കൾ ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഷ്ടം അനുഭവിക്കുന്ന ദൈവം വരം നൽകിയിരിക്കുന്നു. അത് നമ്മൾ അവിടെ ഇരുന്നിട്ടും പറയും ഹാലയിലൂയ താഴ്ചയിലിരിക്കാനും ഉയർച്ചയിരിക്കാനും സമിതിയിരിക്കാനും വിശുദ്ധ എനിക്കറിയാം എന്നെ ശക്തരാക്കുന്നവരും ഞങ്ങൾ സകലത്തിലും മതിയാണെന്ന് പറയപ്പെട്ട നമ്മൾ ബലഹീനരാകുമ്പോൾ നമ്മൾ എന്താ പറയാ ദൈവത്തിന്റെ ബലം ഹാലയിലൂയ എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞവർ ഹാലയിലൂയ ഏത് കഷ്ടതകളെ പോയാലും അവരുടെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരും. ഹാലയിലൂയ ഇന്നലെ രാത്രിയാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് ഹാലയിലൂയ എന്താ വെച്ചാൽ അർഹത്തിലാണ് നമുക്ക് ലഭിച്ചതാണ്. പലപ്പോഴും നമ്മുടെ ഇറങ്ങി വരുന്ന കൃപ നമ്മുടെ യോഗ്യത കൊണ്ട് പറയാം. ദൈവം നമ്മളുടെ മനസ്സറിഞ്ഞിട്ട് അങ്ങനെ ദൈവത്തിട്ട് നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ഈ കഷ്ടം എങ്ങനെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നേക്കും. അല്ലെങ്കിൽ ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ചിലതൊക്കെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് വരുന്നതാണ്. നമ്മുടെ വരുമാനമില്ലാതെ കൊണ്ട് വരുന്നത്, ബുദ്ധിയില്ലാതെ കൊണ്ട് ഇതൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെയും ദൈവത്തിന്റെ കൃപ നമുക്ക് നൽകുകയാണ്. കാരണം ഇതിൽ ഈ കൃപയ്ക്ക് യോഗ്യല്ല. ദൈവം പറയുന്നതാണ് ഈ കൃപയ്ക്ക് യോഗ്യല്ല. പക്ഷേ അർഹതയിലും എപ്പോഴും കൃപയാണ്. അവരെ വന്നത് മാത്രമല്ല കൃപ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യോഗം കൊണ്ടല്ലാതെ ആ ദൈവത്തിന്റെ മനസ്സിലുള്ളതുകൊണ്ടും അവരുടെ വരുന്നത് ഞാൻ യോഗ്യനാണ്, ഞാൻ യോഗ്യനാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് വിളിച്ചത് ചിന്തിക്കേണ്ട ഒരു യോഗ്യതയില്ല. ഇവിടെ പറയുന്ന അവിടെ ആ വചനം പറയുന്നത് ഏകാത്മ എതിരാളി ഒന്നിനും കുലുങ്ങിപ്പോവാതെ ഏക മനസ്സോടെ ഹാലയിലൂയ. ഇവിടെ പറയുന്ന അടുത്ത പറയുന്നത് ഏകാത്മാവിടെ ഉറച്ചു നിൽക്കണം. നമ്മൾ ഏകാത്മാവിൽ നിലനിൽക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇന്നലത്തെ മീറ്റിംഗിൽ പോയപ്പോ ദേവദാസൻ ശുശ്രൂഷിച്ചിട്ട് ഒരു കാര്യമുണ്ട്. ഒരു ബൈബിൾ ഒരു ഹിന്ദു ഒരാൾ ബൈബിൾ വായിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 100 കുറ്റങ്ങൾ ബൈബിളിന്റെ 100 പോരായ്മകൾ എഴുതി പ്രസിദ്ധപ്പെടുത്തി ബുക്ക് അടിച്ചു പോയി പ്രിന്റ് ചെയ്ത് പ്രസിദ്ധം. അപ്പൊ ദേവസ്വം ഞാൻ വായിക്കാൻ ഇടയായിരുന്നു. ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഹാലയിലൂയ എന്താ കൊല ചെയ്യരുതെന്ന് പറഞ്ഞത് ന്യായപ്രമാണത്തിൽ ദൈവം പറഞ്ഞ ദൈവം തന്നെ കൊല്ലണമെന്നും പറഞ്ഞു. ഈ ദൈവം എന്ത് ദൈവമാണെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ശൗലിനെ രാജസ്ഥാനത്ത് മാറ്റാൻ കാര്യം എന്താ? അമാലിക്കരുമായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ ഒന്നിനെ പോലെ ശേഷി വെട്ടണമെന്ന് പറഞ്ഞല്ലേ, വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. പക്ഷെ ശൗലി കൊഴുത്തനെ തടിച്ചനെ പിടിച്ചുകൊണ്ട് രാജാവിന്റെ ജീവനോട് കൊണ്ടുപോകും. ഈ കാര്യം ദൈവത്തിന് അനിഷ്ടമായി തോന്നി. ഹാലയിലൂയ. അപ്പൊ കൊല്ലണമെന്ന് പറഞ്ഞ ദൈവം കൊല്ലാനും പറഞ്ഞില്ല. ഇതെങ്ങനെ ശരിയാകും? ഇങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻ ഒരെണ്ണം പറഞ്ഞത് ഹാലയിലൂയ. അവിടെ ഹാലയിലൂയ ദൈവം കൊല്ലണമെന്ന് ഇപ്പൊ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ഹാലയിലൂയ യുദ്ധങ്ങളെ സഹായിക്കുന്ന ദൈവം, യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവം, ശത്രുവിനെ തകർത്ത് കളയാൻ പറയുന്ന ദൈവം പറയും അല്ലെങ്കിൽ വസ്തുക്കൾ ആഗ്രഹിക്കല് ഹാലയിലൂയ അതിനെ അയൽക്കാരൻ എന്നെ പോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇത് രണ്ടും കൂടെ കോൺട്രാഡിക്റ്റ് പോലെ ഇത് അവര് രണ്ടും കൂടെ സാമ്യമില്ലാത്തതൊക്കെ പോകുന്നില്ല ചോദിച്ചു. അവിടെ ഇപ്പൊ ദേവദാസൻ പറഞ്ഞത് ഹാലയിലൂയ അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ ഹാലയിലൂയ മനുഷ്യനും മനുഷ്യരുടെ യുദ്ധം ഹാലയിലൂയ ആണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതേ സമയത്ത് ഹാലയിലൂയ ആത്മാക്കൾ തമ്മിലുള്ള യുദ്ധം കൂടിയാണ്. അതിനായിട്ട് പറഞ്ഞത് പിലേക്കാർക്കാവ് പറഞ്ഞ പറയാ അവരുടെ ദേവന്മാർ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ദാവീദ് അങ്ങോട്ട് ചെന്ന് എങ്ങനെയാ യഹോവയുടെ ആത്മാവിനാൽ ഞാൻ നിന്റെ നേരെ വരുന്നത്. ആത്മാക്കൾ തമ്മിൽ യുദ്ധമല്ലേ ഹാലയിലൂയ. അവരുടെ ദുരാത്മാവും അല്ലെങ്കിൽ അവരുടെ ദേവന്മാരുടെ ആത്മാവും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ യുദ്ധമാണ് നടക്കുന്നത്. ഹാലയിലൂയ. അത് അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്ന യുദ്ധം. ദൃശ്യമണ്ഡലത്തിൽ എന്താ പറയുന്നത്? മനുഷ്യനും തമ്മിലെ യുദ്ധം. പക്ഷെ ഇന്ന് നമുക്ക് പുതിയ നിയമത്തിൽ പുതിയ ഇസ്രായേലില് മനുഷ്യനും തമ്മിലെ യുദ്ധമില്ല. ജലപ്രകാരമുള്ള പോരാട്ടങ്ങളില്ല. നമുക്ക് ആത്മീയ യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഏകാത്മാവിനാൽ നിലനിൽക്കണം. നമുക്ക് നമ്മുടെ ശത്രുവാകുന്ന ദുരാത്മാവിനെ ജയിക്കണമെങ്കിൽ അത് അവരോട് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിൽ നിലനിൽക്കണം.
യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഒരു രാജ്യം തന്നെ തന്നെ ചിന്തിച്ചു പോകരുത്. ഹാലലിയ. കാരണം ഒരു രാജ്യത്തുള്ളവർ തമ്മിൽ യുദ്ധം ചെയ്യത്തില്ല. ചെയ്യുമോ? ഇല്ല. മനുഷ്യരെ വിചാരിക്കും കേട്ടോ, വീട്ടിലുള്ളവർ തമ്മിൽ യുദ്ധം ചെയ്യും. പക്ഷേ ദുരാത്മാക്കളൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര ഐക്യതയാണ്. അവർ തമ്മിൽ യുദ്ധം ചെയ്യത്തില്ല. ഹാലയില്. അതുകൊണ്ട് ഒരുത്തിന്റെ പേരിൽ 6000 ഉണ്ടാക്കി ഒരുമിച്ചിരുന്നു പറയുന്നത്. ഹാലയുടെ 10 വിശ്വാസം ഒരുമിച്ച് ഇരിക്കത്തില്ല. അവർക്ക് 10 അഭിപ്രായം വരും. ഹാലലിയ. അപ്പൊ ഇവിടെ പറയുന്ന അപ്പൊ അവിടെ നമ്മൾ ഏകാത്മാവ് ഉറച്ചു നിൽക്കണം. അപ്പൊ നമ്മുടെ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോ പരിശുദ്ധാത്മ ഗൈഡ് ചെയ്തിട്ട് അല്ലാത്ത നമ്മുടെ ഇഷ്ടത്തിന് പോകും. അതാണോ ഏകാത്മാവ് നിലനിൽക്കുന്ന? അതാണോ? അല്ല. നമ്മുടെ ആത്മാവ് പറയാണ് ഇപ്പൊ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കത്തില്ല, ഇറങ്ങി അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ ദുരാത്മാവ് പറയാ ഇത് കണ്ടത് നല്ലതാന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കുന്ന നേരെ പോയി കാണണം. ഇത് ഏകാത്മാവല്ല, ഇത് പല ആത്മാവ്. ഒരു വിശ്വാസി എപ്പോഴും ഏക ആത്മാവിനാൽ നിലനിൽക്കണം. ഒന്ന് പൊരുത്തലേഖനം 1:10 വാക്യം വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കാൻ വേണമെന്ന് ഞാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അപ്പൊ സഹോദരന്മാരെല്ലാം എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ. ഒന്ന് തന്നെ സംസാരിക്കണം. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 പേർ ഐക്യമത്യപ്പെട്ട് ഭൂമിയിൽ എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ നിങ്ങൾക്ക് എന്നെ സാധിച്ചിടുന്നു. അല്ലെ അവിടെ പറയുന്നത് 2 പേർ ഐക്യമത്യപ്പെടണം. 2 പേർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 2 വിഷയങ്ങളല്ല, 2 ആഗ്രഹങ്ങളല്ല, ഒരേ വിഷയം. ഒരേ ആഗ്രഹം വെച്ച് നമ്മുടെ മാനുഷ്യമായ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് മാറിപ്പോകും. ഹാലേലിയ. ഞങ്ങളുടെ അവിടെ ദുബായിൽ വെച്ചിട്ട് ഒരു 3 മാസം കൂടുമ്പോഴും ഹാലേലിയ അവിടെ ആത്മപകർച്ചെന്ന് മീറ്റിംഗ് നടക്കുന്നു. അപ്പൊ അവിടെ കടന്നു വരുന്ന എല്ലാവർക്കും വേറെ വിഷയങ്ങളൊന്നുമില്ല. ആത്മാവിനാൽ നിറയണം, അഭിഷേകത്താൽ നിറയണം, അടുത്ത തലത്തിലേക്ക് വേണം, ആത്മാവിന്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് എത്തണം. ഈ ആഗ്രഹത്തോടെ 90% ആൾക്കാരെ അങ്ങനെ തന്നെ കടന്നു വരുന്നു. ഞാൻ പറയാം, കൃപയാൽ ദൈവം അവരെല്ലാം നിറച്ചു കൊടുക്കുന്നു. ഒരൊറ്റ പ്രാർത്ഥന എന്താ? പരിശുദ്ധാത്മ തീ ഇറങ്ങണം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ ശരീരത്തിൽ തൊടണം. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ജീവൻ നമ്മളെ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, തീ ഇറങ്ങി വന്ന നമുക്കൊക്കെ അറിയാൻ പറ്റും. ഞാനൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പെട്രോളൊക്കെ എടുത്ത് നേരത്തെ കത്തിച്ച് എങ്ങനെ കത്തും അതുപോലെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കൃപയാ ദൈവം നമുക്ക് അങ്ങനെ ആഗ്രഹത്തോട് പോകുന്നവരെ ദൈവം തൃപ്തിപ്പെടുത്തുക. അപ്പൊ അവിടെ നമ്മൾ ഏക മനസ്സുള്ളവരായി ഇവിടെ പറയുന്ന സഹോദരൻ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുക. എന്താ സംസാരിക്കേണ്ടത്? ഒന്ന് തന്നെ എന്തായിരിക്കും സംസാരിക്കുന്നത്? ഒന്ന് തന്നെ സംസാരിക്കുന്നത്. എനിക്ക് കടഭാരമുണ്ട്, മാറ്റണേ. അടുത്താണ് കടഭാരമുണ്ട്, മാറ്റണമെന്നാണ് ഒന്ന് തന്നെ സംസാരിക്കുന്നത്. അല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമായിരിക്കും അവരുടെ പ്രാർത്ഥന. ഹാലേലിയ. അവിടെ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് അവർ സംസാരിക്കുന്നു. ഹാലേലിയ. അപ്പൊ ഒന്ന് തന്നെ സംസാരിക്കും. അവിടെ പറയുന്നത് എല്ലാവരും ഒന്ന് തന്നെ, നിങ്ങളുടെ ഇടയിൽ ഭിന്നത പാടില്ലാതെ പല അഭിപ്രായങ്ങൾ വരരുത്. ഹാലേലൂയ. കൂടിയിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ദൈവത്തിന്റെ ആളത്തിന് കേട്ട മാത്രം മതിയായിരിക്കും. ദൈവത്തിന് പറഞ്ഞാൽ മാത്രം എന്റെ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇപ്പൊ ഒരു യോഗങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഇപ്പൊ ഒരു ഉപവാസ പ്രാർത്ഥന വേറെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുന്ന നമ്മുടെ വരാൻ നമുക്ക് ഇന്ന ദൈവദാസനെ വിളിക്കാം. മറ്റുള്ള വേണ്ട പുള്ളി ശരിയാ, പുള്ളിക്ക് എനിക്ക് മറ്റു ദൈവദാസനം. അപ്പൊ അടുത്താന്ന് പറയും നമുക്ക് വേറെ ദൈവദാസനെ വിളിക്കാം. ഭയങ്കര പ്രോഫസിയാണ് നമുക്ക് വിളിച്ചത്. ഇത് ഏക അഭിപ്രായമാണോ? ഏക മനസ്സാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ഭിന്നത വന്നു. ഇപ്പൊ ഒരുപാട് ഭിന്നതയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇലക്ഷനും മറ്റു മറിച്ച് കസരകളെയൊക്കെ കാണുന്നത്. അതൊക്കെ നമുക്ക് നേരിട്ട് അനുഭവമൊന്നുമില്ല, കാരണം ഞാൻ അതൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്ന അറിയോ? ഹല്ലേലൂയ. പിശാച് ജയം എടുത്തുകൊണ്ടേ ഇരിക്കുക. ഭിന്നത ഇടുന്നത് പിശാചാണ്.
രണ്ട് അഭിപ്രായം വന്ന പിശാച കൊണ്ടുവരുന്നത്. ഭാര്യ ഭർത്താവ് തമ്മിൽ രണ്ട് അഭിപ്രായം വന്ന പിശാചിന്റെ അത്. ഹാലേലൂയ. ദൈവാത്മാവ് എപ്പോഴും ഒരുപോലെയാണ് ഇടപെടുന്നത്. ഹാലേലൂയ. ദൈവാത്മാവ് എപ്പോഴും ഐക്യത നിർത്തിക്കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൽ കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹം. നമ്മുടെ ഇടയിൽ സ്നേഹം കൊണ്ടുവരുന്ന ദൈവമാണ്. ഭിന്നത കൊണ്ട് പിശാചാണ്. അല്ല, ഏതെങ്കിലും ഭവനത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിശാച് അവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞു നമ്മളെല്ലാവരും നിങ്ങളുടെ ഇടയിൽ ഭിന്നത പോയി ഏക മനസ്സിലും ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കാൻ വേണമെന്നോ ഞാൻ നിങ്ങളുടെ കർത്താവ് യേശു നാമം ചൊല്ലി പ്രബോധനം അതാണ് ദേവദാസങ്ങൾ ചെയ്യുന്ന അത്രത്തോളം ആത്മഭാരത്തോടും പറയുന്നത്. അലമപ്പറ്റി പുറത്ത് സമയം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഹാലയില്ല നിങ്ങൾ ഏക ആത്മാവിനെ ഉറച്ചു നിൽക്കണം. അടുത്ത എഫെസ്യർ 4:3 തുടങ്ങിയാണ് വരുന്നത്. വായിക്കാവോ? ഞാൻ വായിക്കാവോ ചെയ്യുന്ന കാര്യം ഞാൻ ചോദിച്ച സമയം എടുക്കും. എനിക്ക് വചനമൊക്കെ എടുപ്പിച്ച പാടാണ്. ഐക്യം സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയും നിങ്ങളെ വിളിച്ചപ്പോ ഏക പ്രത്യാശയ്ക്കാൻ നിങ്ങളെ വിളിച്ചതുപോലെ ശരീരവും ആത്മാവും കർത്താവ് ഒരുവൻ, വിശ്വാസവും ജ്ഞാനവും എല്ലാവർക്കും മീതെയുള്ളവരും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവരും എല്ലാവരിലും ഇരിക്കുന്നവരുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇവിടെ പറയുന്നത് അന്യോന്യം പൊറുക്കുകയും ആത്മാവിന് ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുമേ. അപ്പൊ സമാധാനം കൊണ്ടുവരുന്ന ആരാ? ആത്മാവാണ്. ഹാലേലൂയ. അപ്പൊ അന്യോന്യം പൊറുക്കണം നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഹാലേലൂയ. കാരണം ക്ഷമിക്കുക, പൊറുക്കുക, ഹാലേലൂയ, മറന്നു കളയുക എന്നൊക്കെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയണ്ടായി. ഹാലേലൂയ. ഞാൻ പറയും നമ്മള് പണ്ട് നടന്നൊരു കാര്യം നമ്മൾ പറയും ഞാൻ അവരോട് ക്ഷമിച്ചു, ഞാനവരോട് പുറത്തു, എനിക്കൊരു വിരോധമല്ല, എനിക്ക് ആരോട് കൈപ്പില്ല വെറുപ്പില്ല, ഇതെല്ലാം. പക്ഷെ ഇന്ന് നമ്മൾ അവസരം കിട്ടിയാൽ ഈ കാര്യം എടുത്ത് പറയും. അന്ന് എന്നോട് അങ്ങനെ ചെയ്ത, പക്ഷെ ഞാൻ എനിക്ക് ക്ഷമിച്ചു കേട്ടോ. പക്ഷെ ഞാൻ പറയാം നീ അത് ക്ഷമിച്ചെങ്കിൽ നീ അത് പറയുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കർത്താവ് പറയാൻ നിന്റെ പാപം എത്ര കടൽ ചുമപ്പ് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും, ഞാൻ ആടിയുടെ ആടുകളിൽ കിട്ടുകളയും എന്നുവെച്ചാൽ ഒരിക്കലും ദൈവത്തിന്റെ പൊക്കി എടുക്കത്തില്ല. നമ്മൾ ഉറപ്പിക്കുന്ന പോലെയല്ല ദൈവം. പക്ഷെ പിശാച് നമ്മൾ ഉറപ്പിക്കും. നീ പണ്ട് അങ്ങനെ പക്ഷെ നമ്മുടെ കുട്ടികളാണ് പറയണം അങ്ങനെ പോയി പറയാൻ കർത്താവ് ഇതെല്ലാം അടച്ചു കളഞ്ഞൊന്നും തുറന്ന് പുറത്തേക്ക് എടുക്കത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇന്നും പണ്ട് നമ്മളോട് അങ്ങനെ ചെയ്ത ഞാൻ ക്ഷമിച്ചതാട്ടോ, എനിക്കൊരു വിരോധമൊന്നുമില്ല. പക്ഷെ നീ ക്ഷമിച്ചെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒന്നും വരുത്തില്ല. നീ അറിയാം നിന്റെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ എവിടെ ഇത് കിടപ്പുണ്ട് കയ്പായിട്ട്, അതിന്റെ എവിടെയോ ഒരു വേദനയായിട്ട്, അത് ഒരു മുറിവായിട്ട് കിടക്കുന്നത് ഇടക്കിടക്കിന് കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലാണ് ഇത് ഭയങ്കര സംഭവം. കാരണം വെച്ചാൽ പണ്ട് 30 വർഷം മുമ്പ് എന്നോട് സഹോദരൻ കഴിഞ്ഞ സംസാരിക്കണ്ടേ, കഴിഞ്ഞ സംസാരിച്ച് പറഞ്ഞ് 30 വർഷം മുമ്പ് നാട് ആദ്യം കണ്ട് വാർത്തകളെ കയറാൻ നോക്കിയ താല്പര്യക്കാർ പുള്ളിയെ കണ്ട് കയറി. കാര്യം ഇപ്പൊ 30 വർഷത്തിന് നിങ്ങൾ അന്ന് തന്നെ അങ്ങനെ ചെയ്തല്ലേ. അല്ലെ, എനിക്ക് കേട്ടിട്ട് ചിരി വന്നു. അല്ലെ, കാരണം വെച്ച് കഴിഞ്ഞാൽ 30 വർഷം മുമ്പുള്ള കാര്യം ഓർത്ത് വെച്ചാൽ എന്താ ചെറിയ നിസ്സാര കാര്യം. ഹല്ലേലൂയ. കാരണം അതൊക്കെ ഓർത്തിരിക്കുന്ന ഇന്നും അതൊക്കെ എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അതായത് ഇന്ന് രാവിലെ കേട്ട വചനം എന്താന്ന് വെച്ചാൽ അറിയത്തില്ലായിരുന്നു അല്ലെ. എത്ര പേർ കഴിഞ്ഞ ആഴ്ച വിജയപാസ്റ്റർ പ്രസംഗിച്ച വചനം അറിയാം? എന്താ ദിവസം പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ എന്തോ എന്റെ മോളാണ് അമ്മ ഒരു ശകലയുടെ ക്ലൂ പറയാം. ഒരു വാക്യം പറയണം പറയും. കാരണം ഇച്ചിരി പറഞ്ഞു കൊടുത്ത ബാക്കി പിടിക്കും. പക്ഷെ അതുപോലെ പക്ഷെ 30 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ട്, ഹൃദയത്തിലാണ്. ഇവിടെ പറയുന്നത് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പറയാം. അവിടെ അതിന് തൊട്ടു മുമ്പുള്ള നമ്മുടെ ഈ വാക്യം വായിച്ച 3 തുടങ്ങി വായിച്ച 1 തുടങ്ങി വായിക്കണേ. കർത്തൃസേവന ബന്ധനായിട്ട് ഞാൻ പ്രബോധിക്കാൻ നിങ്ങളെ വിളിക്കുകയൊക്കെ നമ്മൾ നേരത്തെ വായിച്ചതാ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമ നടക്കിയ സ്നേഹത്തന്നെ. അപ്പൊ അവിടെ നമ്മള് വിളിച്ച യോഗ്യതയ്ക്ക് യോഗ്യമായി നടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് അവിടെ പറയുന്നത് ആത്മാവിന് ഐക്യത സമാധാനത്തിൽ കാക്കാൻ ശ്രമിക്കുക. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്ക് നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പൊ നമ്മളെ വിളിച്ചത് എന്താ? നമ്മുടെയൊക്കെ പ്രത്യാശ എന്താ? ഏക പ്രത്യാശ എന്താ? അത് നിത്യജീവൻ കാണുമെന്നുള്ളത് തന്നെ അല്ലേ?
അത് എനിക്ക് കുറച്ചുള്ള കഴിയുമ്പം വലിയ BMW കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ ലോക രാജ്യങ്ങളിൽ പോകുമെന്നോ അല്ലെ വലിയ ബംഗ്ലാവ് പണിയെന്നൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെ പ്രത്യാശകളൊക്കെ ഉണ്ടാവും കേട്ടോ ഹാലിലെ. പക്ഷെ നമ്മളെ ദൈവം വിളിച്ച പ്രത്യാശ ഒന്നേ ഉള്ളൂ, ഏക പ്രത്യാശ. അത് പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ലോകപ്രസിദ്ധനായ പാസ്റ്റർ ആണെങ്കിലും ആരും അറിയാത്ത വിശ്വാസമാണ്. അവന്റെ പ്രത്യാശ ഒന്നുണ്ട്, ഏക പ്രത്യാശയാണ്. ആ ഏക പ്രത്യാശ നമ്മളെ നിർത്തിക്കുകയാണ്. നമ്മുടെ ശരീരം ഒന്ന്. അടുത്ത പറയുന്നത് ശരീരം ഒന്ന്. ഇതെപ്പോ പറയുന്നറിയാം നമ്മളെല്ലാവരും ഹാലേലൂയ കർത്താവിന്റെ വേഷം എടുക്കുന്ന സമയത്ത് പറയും ഒരപ്പത്തിന് അംശങ്ങളാണ്, അല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങിയാലോ നീ വേറെ ഞാൻ വേണം. ഹാലേലൂയ. ഇതാണ്. അപ്പൊ ഇവിടെ പറയും ശരീരം ഒന്ന്, കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരം ഒന്നാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഹാലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചില ബന്ധങ്ങളൊക്കെ ദൈവം തരുമ്പോൾ അത് നമ്മുടെ സഹോദരങ്ങളെ കാട്ടി, നമ്മുടെ മാതാപിതാക്കന്മാരെ കാട്ടി, നമ്മുടെ ബന്ധുക്കളെ കാട്ടി, ചാർച്ചക്കാരെ ഒരു പ്രിയമായ ബന്ധമായി മാറി. കാരണം ഇതെന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഹാലേലൂയ. ഇതിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ബോധം നമുക്ക് വരും. മറ്റേ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ല. ഹാലേലൂയ. അപ്പന്റെ അമ്പലം നല്ല ഇഷ്ടത്താലോ ജനത്താലും ജനിച്ചത് ജഡമാണ്. ആത്മാവിനെ ജനിച്ചിട്ട് അപ്പൊ ആത്മീയമായ ബന്ധം നമ്മളിൽ വരുമ്പോൾ ശരീരം ബന്ധങ്ങളൊക്കെ നമ്മൾ അതിനെക്കാട്ടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ. അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല. ഇവിടെ ശരീരം ഒന്ന്, അടുത്തത് ആത്മാവ് ഒന്ന്. എന്റെ സ്വഭാവം, ജപ്പാസ് സ്വഭാവം, സാറാമ്മ സിസ്റ്റർ സ്വഭാവം ഒക്കെ പല സ്വഭാവങ്ങളാകരുത്. കാരണം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നാണെങ്കിൽ നമ്മുടെ സ്വഭാവം ഒന്നായിരിക്കും. ഹാലേലൂയ. അവിടെ നമുക്ക് അസൂയ, കുശും പറഞ്ഞാണെങ്കിൽ ഹാലേലൂയ ഭിന്നത ഇതൊന്നും വരാൻ പാടില്ല. കാരണം എന്തെങ്കിലും കിട്ടുമ്പോൾ സ്നേഹിക്കാൻ പാടില്ല. കൂടുതൽ കൊടുക്കുമ്പോൾ കൂടുതൽ സ്നേഹം വരാൻ പാടില്ല. ഹാലേലൂയ. എപ്പോഴും നമുക്ക് എന്താ പറയാ ആത്മാവിന്റെ ഐക്യതയുണ്ടെങ്കിൽ ആത്മാവ് ഒന്നാണെങ്കിൽ ഹാലേലൂയ നമ്മൾ വരുന്ന സ്നേഹം ആരുടെ സ്നേഹം എന്നറിയാമോ? കർത്താവിന്റെ സ്നേഹം. സ്നേഹത്തെ കുറിച്ച് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. സ്നേഹത്തിന് കണ്ടീഷൻസ് ഇല്ലേ? ഇവിടെ പാസ് ചിരിച്ചില്ലെങ്കിൽ സംസാരത്തിലെങ്കിൽ തനുവിയേക്ക് ആ പാസിനെ കണ്ട് മൈൻഡ് മിനിയാണ്ടി വന്നോണ്ടായിരിക്കും എന്നെ കണ്ടത് വലിയ മൈൻഡൊന്നുമില്ല. ഞാനങ്ങനെ പോയേക്കും ഇല്ല. എന്താ കണ്ടീഷനാ? ഞാൻ വരുമ്പോ ദിവസം ചിരിക്കണം, സ്നേഹത്തോടെ സംസാരിക്കണം. കണ്ടീഷൻ. നമുക്ക് ഈ കണ്ടീഷൻ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം അൺകണ്ടീഷൻ അല്ല, കർത്താവിന്റെ സ്നേഹമല്ല. കർത്താവിന്റെ സ്നേഹം ഹാലേലൂയ ഹാലേലൂയ എന്താ പറയാ ഉപദ്രവിച്ചപ്പോഴും ക്രൂശിച്ചപ്പോഴും മുഖത്ത് തുപ്പിയപ്പോഴും അടിച്ചപ്പോഴും എപ്പോഴും ആ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിലെ കർത്താവ് എല്ലാം ചെയ്തു. ദൈവം നമ്മളെ സ്നേഹിച്ചു നമുക്ക് തന്നതാണ്. ഹാലേലൂയ. അപ്പൊ ഇത് നമ്മൾക്ക് വന്നപ്പോ അവിടെ മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മളെ സ്നേഹിച്ചത്. ഹാലേലൂയ. നമ്മളെ ഒന്നും പ്രതീക്ഷിക്കാൻ നമ്മളെ സ്നേഹിച്ചതാ. നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ക്രൂശിന് ശത്രുവായി ജീവിച്ചപ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ്. ഹാലേലൂയ. അതാണ് അൺകണ്ടീഷണൽ. ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഹാലേലൂയ. നമ്മളെ നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങളെ വിളിച്ച ശരീരം വന്ന് ആത്മാവിന്റെ കർത്താവ് ഒരു വിശ്വാസം വന്ന് ഇവിടെ പറയുന്നത് അടുത്ത പറയും വിളിച്ചത് ഏക പ്രത്യേക നിങ്ങളെ വിളിച്ച ശരീരം വന്ന് ആത്മാവിന്റെ കർത്താവ് അടുത്ത വിശ്വാസം വന്ന് സ്നാനം വന്നു. എന്ത് വിശ്വാസത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്? ഞാൻ ഇപ്പൊ പറയുമ്പോ ആരെയും വരുമെന്ന് തോന്നല്. IPSലെ വിശ്വാസം വേറെയാണോ? ഇൻഡിപെൻഡന്റ് വിശ്വാസം വേറെയാണോ? ഏജയുടെ വിശ്വാസം വേറെയാണോ? ചർച്ചകളുടെ വിശ്വാസം വേറെയാണോ? ഇല്ല. എല്ലാവരും ലോകത്തുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റ് യേശുവിന്റെ ശരീരമായ സഭയിൽ ഒറ്റ വിശ്വാസവും. അതുപോലെ സ്നാനം ഒന്നേ ഉള്ളൂ. വിശ്വാസ സ്നാനം ഒന്നേ ഉള്ളൂ. വേറെ കുറെ സ്നാനങ്ങൾ സ്നാനം സ്നാനാക്കണം. പക്ഷെ വിശ്വാസ സ്നാനം ഒന്നേ ഉള്ളൂ. ഏത് സമയത്ത് വിശ്വാസി ആയിരിക്കുമ്പോഴും ഏത് സമയത്ത് പോയി ആരാധിച്ചാലും, ഏത് രാജ്യത്ത് ആരാധിച്ചാലും, ആഫ്രിക്കയിലാണെങ്കിലും US-ലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും എല്ലാവരും വിശ്വാസ സ്നാനം ഒന്നേ ഉള്ളൂ. ആത്മാവ് ഒന്നേ ഉള്ളു. ഇവിടെ പറഞ്ഞ കർത്താവും ഒരുവനേ ഉള്ളു. പല കർത്താക്കന്മാരില്ല നമുക്ക്. പല കർത്താക്കന്മാരുണ്ട് ജാതികൾക്ക്. പക്ഷെ നമുക്ക് കർത്താക്കന്മാര് ഇല്ല, ഒരൊറ്റ കർത്താവേ ഉള്ളു. കർത്താവ് ഒരു ഇവിടെ പറയുന്നത് കർത്താവ് ഒരു വിശ്വാസവും സ്നാനം എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവർക്കും കൂടി വ്യാപരിക്കുന്നതിന് എല്ലാവരും ഇരിക്കുന്നവരുമായി എല്ലാവർക്കും ദൈവം പിതാവുമായി വരുവൻ. അപ്പൊ
എല്ലാവർക്കും മീതെയുള്ള നമ്മുടെ എല്ലാത്തിനും മീതെ നമ്മുടെ കർത്തൃത്വം എപ്പോഴും കർത്താവിന്റെ കരുത്തിലായിരിക്കണം. നമ്മുടെ കർത്തൃത്വം വേറൊരാളുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കരുത്. ഹല്ലേലൂയ. ഒരു പാസ്റ്ററുടെ കയ്യിൽ കൊടുക്കല്ലേ, ഒരു വിശ്വാസിയുടെ കൊടുക്കല്ലേ, ഒരു ഉന്നതന്മാരുടെ കയ്യിൽ കൊടുക്കല്ലേ, ഒരു കൊടുക്കല്ലേ, നമ്മുടെ കർത്തൃത്വം നമ്മുടെ കർത്തൃത്വം കർത്താവിന്റെ കൈ തന്നെയായിരിക്കണം. നമുക്ക് മീതെ എല്ലാവർക്കും ഇത് എല്ലാവരും എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ തന്നെ. അപ്പൊ നമ്മളെല്ലാവരും വ്യാപരിക്കുന്നത് അവൻ തന്നെയായിരിക്കണം. ആ ദൈവത്തിന്റെ ആത്മാവായിരിക്കണം. എല്ലാവർക്കും മീതെയുള്ള ദൈവത്തിന്റെ ആത്മാവായിരിക്കണം. ഹല്ലേലൂയ. നമുക്കെല്ലാം ഒരൊറ്റ പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. ആ പിതാവിൽ തന്നെ വിശ്വസിക്കാവുള്ളൂ. ഹല്ലേലൂയ. അടുത്ത നമുക്ക് അപ്പോസ്തലർ 4:32 കൂടെ വായിക്കാം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അവിടെ പറഞ്ഞ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും അവർക്ക് ഉള്ളതൊന്നും ഞങ്ങൾ സ്വന്തമല്ല, പൊതുവായിട്ട് അല്ലെങ്കിൽ ഒറ്റ കൊണ്ടുപോയി. അപ്പൊ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ എന്തുണ്ടാകണം? ഏക മനസ്സ് ഏക ഹൃദയം ഉണ്ടാകണം. ഹല്ലേലൂയ. ആ വിശ്വാസി നല്ല രീതിയിൽ അവർക്കൊരു ഡെലിവറൻസ് ഒക്കെ നടക്കുമ്പോൾ കുശുമ്പ് വരരുത്, അസൂയ വരല്. അവൻ നല്ലൊരു കാറ് വാങ്ങിച്ചാൽ അയ്യോ അവന് കാറൊക്കെ കിട്ടി ഇപ്പൊ കൊണ്ട് വന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. കാരണം അവിടെയൊക്കെ മറ്റൊരാൾ നന്നാകുമ്പോൾ അസൂയപ്പെടാതെ സന്തോഷിക്കാൻ കഴിയണം. ഒരാള് ശുശ്രൂഷയിലേക്ക് ചിലപ്പോ ഇപ്പൊ അങ്ങോട്ട് വന്നില്ല, ചിലപ്പോ വിജയപാസ്റ്റർ കൈ പിടിച്ച് കൊണ്ടുപോയിരിക്കുന്ന സമയം നാളെ ചില വിജയപാസ്റ്ററെക്കാട്ടി കൂടുതൽ ശുശ്രൂഷ കർമ്മന്റെ പേരിൽ കാണുമ്പോൾ വിജയപാസ്റ്റർക്ക് ഒരാൾ ദൈവത്തിന്റെ ആത്മാവിലാണെങ്കിൽ സന്തോഷിക്കപ്പെടുക. അല്ലെങ്കിൽ എന്താ ഞാൻ കൊണ്ടുവന്നതാ അല്ല ഇപ്പൊ എന്നെക്കാട്ടി മുകളിൽ പോയി അല്ലെങ്കിൽ ചിന്തമ്മൽ വരരുത്. നമുക്ക് ചിലപ്പോ 25 വർഷത്തെ പാരമ്പര്യമൊന്നും പറയാനുണ്ടാവത്തില്ല. നമ്മുടെ വീട്ടിൽ കറവേ വലിയ അമ്മയും നമ്മുടെ പാസ്റ്റർമാരെന്നുള്ള ഒരു മനുഷ്യൻ പെന്തക്കോസ്തൽ മീ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവം കൃപയാൽ നമുക്ക് എന്തെങ്കിലും ശുശ്രൂഷ തരുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഉണ്ടാകരുത് അങ്ങനെ. ഹല്ലേലൂയ. കാരണം അപ്പന്മാരെ കാട്ടി കേമ്പരായി മക്കൾ വരുമ്പോൾ ഹല്ലേലൂയ. പണ്ടത്തെ നമ്മൾ ചരിത്രത്തിലൊക്കെ ആയിട്ട് പെരുന്തച്ഛന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം അവിടെ എല്ലാം ഹല്ലേലൂയ നമുക്ക് എന്താണ് ഏകാക്കി ഉറച്ചു നിൽക്കുക. അടുത്ത പറയും നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നവർ. ഹല്ലേലൂയ. അവിടെ പറയുന്ന നിലനിന്ന് ഒന്നിനും കുറഞ്ഞ് വേഗ മനസ്സ് വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ വിശ്വാസത്തിന് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലത്തിൽ ഹല്ലേലൂയ നമ്മുടെ പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് വലുത് വിശാലം ഒരു വാതിൽ തുറന്നു വെച്ചത്, പക്ഷേ എതിരാളികൾ അനേകരുണ്ട്. ഓരോ എതിരാളി ഉണ്ടെന്നല്ല, അനേകരുണ്ട്. വിശ്വാസി വിശ്വാസത്തിനായി ഇറങ്ങുന്ന സമയത്ത് അവനെ എങ്ങനെയൊക്കെ തകർത്ത് കളയാമെന്ന് ചോദിച്ചു. എങ്ങനെയൊക്കെ തകർത്ത് പ്ലാൻ ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. ഞാൻ പറയാം, നമ്മളെ ഓരോരുത്തരും വാച്ച് ചെയ്യാനായിട്ട് പിശാച് അവന്റെ ദൂതന്മാരെ ഇങ്ങനെ ഇവിടെ കൊണ്ട് നമ്മൾ പറയും ടെന്റ് അടിച്ചിട്ടേക്കും. കാരണം എന്താ വെച്ചാൽ എന്താ ചെയ്യുന്നത്, എങ്ങോട്ട് ഇറങ്ങുന്നു, എന്താ വേണ്ടെന്ന്, എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ പൈതലായി കഴിഞ്ഞാൽ നമ്മുടെ മേൽ രണ്ടുപേരുടെ കണ്ണ് എപ്പോഴും ഉണ്ട്. ഒന്ന് നമ്മുടെ ദൈവത്തിന്റെ കണ്ണ്, അതെപ്പോഴും നമ്മളെ. പക്ഷേ പിശാചിന്റെ കണ്ണ് നമ്മുടെ മേൽ എപ്പോഴും ഉണ്ട്. കണ്ണ് ആരും കാണാതെ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനിങ്ങനെ പിടിച്ചു വെക്കും, നോട്ട് ചെയ്ത് വെക്കും. എന്താ കേട്ടെ അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന് ഒരു ഗുണമുണ്ട്, ദൈവത്തെ പേടിയിലും പിശാചിനെ പേടിയും ഇല്ല. പിശാചിനെ പേടിയുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാരമ്പര്യം കണ്ടുപിടിക്കാൻ വിളിച്ചപ്പോൾ ശരിയാകത്തില്ല. അത് ദൈവത്തെ ഭയമുണ്ടായിട്ടല്ല, പിശാചിന്റെ കാരണത്തിലും നമ്മൾ ചെയ്യാത്തത്. സണ്ണിന്റെ സണ്ണി പറഞ്ഞാൽ നല്ലതായിട്ട് സണ്ണിന്റെ കണ്ടിരിക്കുമ്പോൾ കണ്ടുപോയിട്ടാണ് നോക്കുക ഇന്നലെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കാരണം പിശാചി കാണുന്നുണ്ട്. അപ്പൊ ഒരു പോരാട്ടമുണ്ട്. എന്താ പോരാട്ടം? അല്ല, നിന്റെ ആത്മീയതയിലേക്ക്, നിന്റെ ശുശ്രൂഷയിലേക്ക്, നിന്റെ ദൈവിക വളർച്ചയിലേക്ക് ഹല്ലേലൂയ എങ്ങനെ നിന്നെ അതിലേക്ക് കയറ്റാതിരിക്കാമെന്നാണ് പിശാചി വിചാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ സൂമിന്റെ പോയോ ക്യാമറകളൊക്കെ ഓഫായി പറഞ്ഞു. ക്യാമറ ഓഫാക്കിയാണ് ഓക്കെ ഉണ്ടാകുന്നു. ശരി. ആമേൻ, സ്തോത്രം. അപ്പൊ നമുക്ക് പോരാട്ടമുണ്ട്. അപ്പൊ പൗലോസ് പറഞ്ഞാൽ എനിക്ക് വലുതും വിശാലം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അപ്പൊ വാതിലിന്റെ വലിപ്പം അനുസരിച്ച്
അപ്പൊ അതിന്റെ വിശാലത അനുസരിച്ച് എതിരാളികളുടെ എണ്ണം കൂടും. അപ്പൊ അത് എന്നോട് പറയാം, ദൈവമേ സിസ്റ്റേ, ഇതുവരെ ആർക്കും ഇല്ലാത്തൊരു പോകാനായിട്ട് എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എവിടെ പോയാലും ശരി, അതൊക്കെ വെച്ചു പിടിക്കത്തില്ല. അല്ല, അവിടെ നല്ല ആമേഹാലോ എന്നെ അവിടെ നിന്ന് ഇളക്കി കൊണ്ടുവരും. എന്താ കാര്യം എന്നറിയാമോ? നിന്റെ മേൽ വലിയ വിളിയാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം തുറന്നു ചെറിയ വാതിലല്ല. ഹല്ലേലൂയ. ഒരു വലിയ വാതിലാണെങ്കിൽ എതിരാളികൾ ധാരാളം ഉണ്ടാകും. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളോട് പോരാടം വരുന്നത് കീഴടങ്ങി കൊടുക്കുന്നവരല്ല, നമ്മൾ അവരോട് എതിർത്ത് നിൽക്കുന്നവരാകണം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം തന്നെ 2:1-2 വാക്യം വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും, ആത്മാവിന്റെ വല്ല വല്ല ആർദ്രതയും മനസ്സരിവുമുണ്ട്. ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹവും ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കി. ആമേൻ. സ്തോത്രം. ഇവിടെ ക്രിസ്തുവിനുള്ള പ്രബോധന കൂട്ടായ്മ, ഹല്ലേലൂയ, ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ പല ആത്മാവിന്റെ പല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, പല ആർദ്രം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ഏക മനസ്സുള്ള ഏക സ്നേഹം കൊണ്ട് ഐക്യമത ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കി. അടുത്ത പറയുന്നത്, ശാഠ്യത്താലോ ദുരഭിമാനത്തിലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ള തന്നെക്കാൾ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ശാഠ്യവും ദുരഭിമാനം കൊണ്ടുവരുന്ന ആരെന്നറിയാം? പിശാച കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് വിശ്വാസത്തിന് പോരാട്ടമുണ്ട്. ഈ പോരാട്ടം എപ്പോഴും ഞങ്ങളുടെ പാസ്റ്റ് എപ്പോഴും പ്രസംഗം പറയാറുണ്ട്. നമ്മുടെ ദുബായ് പാസ്റ്റ് പറയുന്ന, നമ്മുടെ പണ്ട് തൊഴിലാഴ്ചയുടെ പരസ്യം പോലെ കൊമ്പൊക്കെ വെച്ച് സാധനം വരുന്ന നമുക്കറിയാം പിശാച് നമ്മുടെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് പോരാടും, ഇല്ല നമ്മളെ തോൽപ്പിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ വരുന്നത്. ഹല്ലേലൂയ. എന്താ ഇപ്പൊ നമ്മളുടെ ഒരു സ്വഭാവം ശാഠ്യം, എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ദുരഭിമാനം. ഹല്ലേലൂയ. എന്താ ഹല്ലേലൂയ. നമുക്ക് അത് വേണ്ടാത്തൊരു സ്വഭാവം ദുരഭിമാനം അല്ലേ? ചില ആൾക്കാർക്കുള്ളതാണ് ഈഗോ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ല അവരെന്നെ ഇങ്ങനെ മൈൻഡ് ചെയ്തില്ല, അവരോട് അങ്ങനെ പെരുമാറില്ല, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കൊണ്ടുവന്നിട്ടാണ് നമ്മളോട് പോരാടുന്നത് പലപ്പോഴും. ഇത് നമ്മൾ പോലും അറിയത്തില്ല. നമ്മൾ പിശാച് കേറി ഹല്ലേലൂയ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസിയായിരിക്കുമ്പം നമ്മൾ എപ്പോഴും പറയേണ്ടത്, നമ്മുടെ ആത്മ കണ്ണെപ്പോഴും തുറന്നിരിക്കണം. പുറമേയുള്ള കണ്ണ് നിങ്ങൾക്ക് എപ്പോഴും തുറന്നിരുന്നതിന് പ്രശ്നമൊന്നുമില്ല. അകത്തെ കണ്ണ് തുറക്കണം. അകത്തെ കണ്ണ് തുറന്നിരുന്നാൽ മാത്രമേ നമ്മുടെ നേരെ വരുന്ന പോരാട്ടങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വന്ന് കൊണ്ട് അടി കിട്ടിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കും ഭയങ്കര പോരാട്ടമാണ്. അന്നേരം ചിലപ്പോൾ മനസ്സിലാത്ത ആരെങ്കിലും പ്രാർത്ഥിച്ചു പറയണം, ഞാൻ ഇവിടെ മനസ്സിലാക്കും. പക്ഷേ ശത്രു പദ്ധതി ഇടുമ്പോ ദൈവത്തിന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യത്തില്ല. അത് വെളിപ്പെടുത്തി തരും നമുക്ക്. ഇത് വെളിപ്പെട്ട് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ആത്മാവിൽ ജാതിരിക്കണം. അതിർത്തിയിലൊക്കെ പട്ടാളക്കാർ വെറുതെ എളുപ്പം രാവിലെ വൈകിട്ട് ഉറങ്ങുമല്ല. അവർക്ക് യുദ്ധമുള്ളപ്പോഴും യുദ്ധം ഇല്ലാത്തപ്പോഴും അവര് എപ്പോഴും ഇങ്ങനെ ശത്രു വരുന്നുണ്ടോ, ഏതെങ്കിലും സൈഡിലുള്ള ശത്രു എന്ത് ചെയ്യുന്നുണ്ടോ, ജാഗരിച്ചുകൊണ്ടേയിരിക്കും. അവര് ജാഗരിക്കുന്നവരാണ്. എന്നാൽ മാത്രമേ ശത്രു എവിടെയെങ്കിലും കൂടുതൽ കിടപ്പ് അറിയാം. നമ്മുടെ ശത്രു ഇങ്ങോട്ട് കയറി അവിടുന്ന് വെടിവെച്ചിട്ട് 4 പേര് മരിച്ചതെന്ന് എന്താ? അവർ ഉറങ്ങിയ കാണത്തില്ല, അവര് വല്ലയിടത്തും നല്ല കാണത്തില്ല. അവര് എന്താ ചെയ്യുന്നത്? എപ്പോഴും ഇവിടെ നമ്മൾ പലപ്പോഴും പലതും ശാഠ്യത്താലും ദുരഭിമാനത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠം എണ്ണാൻ പറ്റത്തില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പോലും അറിയാതെ താഴേക്ക് വരും. അപ്പൊ നമുക്ക് പോരാട്ടം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോരാടുന്ന നിൽക്കുന്ന അവിടെ എല്ലാം നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ പോരാടുന്നത്? വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നു. നമ്മുടെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്ന ആശിക്കുന്നത് അത് പറഞ്ഞെടുത്തതല്ല, ആ അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസം ദുഷ്ടഹൃദയം. നിങ്ങൾ ആളുകൾ എന്താ അത് വന്നറിയാം? ജീവനുള്ള ദൈവത്തെ നിങ്ങൾ ത്യജിച്ചു കളയും. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയും അവിശ്വാസം നമ്മൾ വന്നു. അപ്പൊ വിശ്വാസിയിൽ അവിശ്വാസം കയറിയ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ കല്ലുകയോ മടങ്ങിയ
ആമേ ബിംബങ്ങളെ പ്രതിമകളെ ജീവനില്ലാത്ത കണ്ണു പോക്ക് നാക്കും ഒന്നും ഇല്ലാത്ത ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മൾ പറഞ്ഞാൽ കേൾക്കും, നമ്മളോട് തിരിച്ച് സംസാരിക്കും, നമ്മളെ പോലെ കാണും, നമ്മളെ പോലെ അറിയും. നമുക്ക് ഇങ്ങനെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നമ്മളെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ എന്തിനത്ര ഒച്ച വെക്കുന്നത്, എന്തിനത്ര ബഹളം കൂട്ടുന്നത്, എന്തിനത്ര ആവശ്യം വെച്ച് നമുക്ക് ദൈവത്തെ കുറിച്ച് പറയാം. ആണെങ്കിൽ ഉണ്ടാകും. നമ്മൾ വിശ്വാസത്തിന്റെ പോലെ നമ്മൾ ഇല്ലെങ്കിൽ കാണിച്ചിട്ട് ചോദിക്കും നിനക്ക് ദൈവമുണ്ടോ? എന്താ പിന്നെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താ ജീവിതത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തത്? എന്താ നിന്റെ ജീവിതത്തിൽ കഷ്ടത മാത്രമല്ല, എന്താ നിന്റെ ജീവിതത്തിൽ സൗഖ്യമില്ലാത്തത്? ഇതൊക്കെ ചോദിക്കും വിശ്വാസം. അവിടെയൊക്കെ നമ്മളുടെ അവിശ്വാസം കടന്നു കൂടിയാൽ നമ്മുടെ ജീവനുള്ള ദൈവത്തെ നമ്മൾ ത്യജിച്ച് കളയും. അത് നമ്മൾ ഉണ്ടാകരുത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു പോരാട്ടം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പോരാടേണ്ടത് അവൻ ശത്രുവിനോട് പോരാടുകയല്ല ഏറ്റവും കൂടുതൽ പോരാട്ടം നമ്മളുടെ വിശ്വാസം നിലനിർത്താൻ. ഓരോ ദിവസം കഴിയുന്ന നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് നമ്മൾ വിശ്വാസത്തിനുള്ള വലിയ പറ്റുകളല്ല അവരെ നമ്മുടെ എബ്രാഹിം ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ അവര് ജയിച്ചത് വിശ്വാസത്താലാണ്. അവരെ തീ കണ്ട് പേടിച്ചില്ല, സിംഹക്കുഴി കണ്ട് പേടിച്ചില്ല, ആരാധന കണ്ട് പേടിച്ചില്ല. ഇതൊക്കെ മുൻപ് വരുമ്പോൾ അവർ പറയും ഞങ്ങളുടെ കൂടെ ഈ ലോകത്തുള്ളവരെക്കാൾ വലിയവൻ എന്റെ കൂടെയുണ്ട്. നമുക്ക് തകർത്ത് കളയാൻ പറ്റത്തില്ല. നമ്മളെ പോലെ വിശ്വാസികളുടെ പേര് കൊണ്ട് വിശ്വാസം ലെവലേഷൻ എന്തെങ്കിലും കാര്യം വന്ന് അപ്പം നെഗറ്റീവ് ആണ് അല്ലെ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്ന് അപ്പം നെഗറ്റീവ്. നമ്മുടെ പറയുന്നത് ഏറ്റവും നെഗറ്റീവ് ആണ്. അവിശ്വാസികൾ പോലെ എത്ര നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആകരുത് നമ്മൾ. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ചില ആൾക്കാരെ പലപ്പോഴും നമ്മളോട് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ദൈവം പറഞ്ഞു നടക്കാത്തത്, ദൈവം ഫോഴ്സ് പറയുമോ? ഇല്ല. പക്ഷെ അതൊന്നേ ദൈവത്തിന്റെ ആലോചന ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നീ അതിനോട് ഒരുക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്ക് വിശ്വാസം അപ്പൊ വിശ്വാസം നമ്മൾ ഓരോ ദിവസവും വളരണം. എവിടെ വരെ വളരണമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ തലയോളം വളരണം. ഹല്ലേലൂയ. എവിടെ വരെ എത്തി എന്നൊക്കെ നമ്മള് നോക്കിയാൽ മതി. അവിടെ നമ്മൾ പാട്ടിൽ പാടാറുണ്ട്, മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ടില്ല കിടപ്പാൻ വയ്യാത്ത കണക്ക് ആത്മനദി നമ്മൾ ഇറങ്ങണമെന്നാണ്. നമ്മളിപ്പം ചിലപ്പോ കരയ്ക്കാണ് നിൽക്കുന്നത്, ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിങ്ങനെ എത്തിച്ചു നോക്കുന്ന സ്റ്റൈലിലേക്ക് നിൽക്കുന്നത്. എന്നിട്ട് ആഗ്രഹം എന്താ പറയാ, നീന്തിട്ടില്ല കിടപ്പാൻ വയ്യാത്തവർ ചെയ്യുന്ന പോലെ ശുശ്രൂഷ ചെയ്യണമെന്നായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇതാ നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്. പാടുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര സംഭവം കേട്ടോ, ആരാധിക്കുമ്പോഴൊക്കെ നമ്മളെ കഴിഞ്ഞുള്ളൂ. പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. വചനം വായിക്കാനും കേൾക്കാനും ഉള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളത്. എപ്പോഴും ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വന്ന അപ്പോഴേ ഇതിന്റെ റിസൾട്ട് വരത്തുള്ളൂ. ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാം. സോഫ്റ്റ്വെയർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോഫ്റ്റ്വെയർ നമ്മൾ എഴുതി ഉണ്ടാക്കാതെ പേപ്പറിൽ, അല്ലെ പിന്നെ അത് കമ്പ്യൂട്ടറിൽ അടിക്കും, പിന്നെ ഇത് കമ്പൈൽ ചെയ്യും, പിന്നെ ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ എററൊക്കെ അവിടെ നന്നായി അറിയും. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത്. അപ്പോഴാണ് ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് എല്ലാം നടക്കും, അല്ലെ പ്രിന്റ് വരും, ഇതൊക്കെ വരുന്നത്. ഇതെല്ലാം എത്ര പ്രോസസ്സിംഗ് കഴിഞ്ഞ വരുന്നതറിയാം. പക്ഷെ നമുക്ക് പ്രോസസ്സിംഗ് ഒന്നും പറ്റത്തില്ല, റിസൾട്ട് വേണം. നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ഞങ്ങളൊന്നും ഇല്ല, കേൾക്കാൻ ഞങ്ങൾ വേണമെങ്കിൽ ഈ ചെവികളെ കേട്ട് ഈ ചെവികളെ പോകും. പക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ജീവിതകാലം മൊത്തം ഇരുന്നാൽ നടക്കത്തില്ല. വചനം വെറുതെ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. ആ വചനം ദൈവം പറയുന്ന എന്റെ വായിൽ പുറപ്പെടുന്ന വചനം ഉദ്ദേശഫലം എന്റെ അടുക്കലേക്ക് മട്ടങ്ങി വരത്തില്ല. ആ ഉദ്ദേശഫലം എന്നാൽ നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വെക്കാൻ ദൈവ വചനം വെച്ചെന്ന് വെച്ചാൽ ആ ഫലം ചെയ്ത് മടങ്ങി പോകത്തോളൂ. അത് ചെയ്യാൻ നമ്മൾ വൈകും തോറും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വൈകും തോറും ഈ വചനങ്ങൾ നിൽക്കും. ഫലം ചെയ്തിട്ട് ദൈവത്തെ അടുക്കലേക്ക് മടങ്ങത്തോളും. അത്ര നീ ഏറ്റെടുക്കുന്നില്ല, നീ അനുസരിക്കുന്നില്ല, നിന്റെ ജീവിതത്തിൽ അപ്രയോഗിക്കില്ലെങ്കിൽ അതിന്റെ ആകെ ഇവിടെ നിൽക്കും. അവിടെയാണ് നമ്മളെ ചില വിഷമത്തിൽപ്പെടെ പ്രയാസങ്ങൾ ശോധനകളൊക്കെ കടത്തി വരുന്നത്.
ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്ന വിശ്വാസത്തിന് ഒരു പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഇവിടെ പറയുന്ന ആ വിശ്വാസത്തിന്റെ പോരാട്ടം കഴിഞ്ഞ ശേഷം പറയുന്ന ആമേൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ യോഗ്യമാണ്. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ ഏക ആത്മാവ് പഠിച്ചു, ഏക മനസ്സ് പഠിച്ചു, എതിരാളികളാണ് ഒന്നിനും പോലും. പല എതിരാളികൾ നമുക്കുണ്ട്. പലപ്പോഴും പല രീതിയിലായിരിക്കും നമ്മൾ വരുന്നത്. നമ്മളെ തിരിച്ചറിയാൻ പോലും നമ്മൾ വൈകുന്നു. ഇതൊരു പോരാട്ടമായിരുന്നു, എല്ലാം വന്നു കഴിയുമ്പോൾ പോരാട്ടമായിരുന്നു മനസ്സിലായില്ല. അപ്പൊ എപ്പോഴും നമ്മൾ എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹല്ലേലൂയ ആമേൻ നമ്മള് ഹല്ലേലൂയ ഏറ്റവും വലുതായിട്ട് ഈ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഏത് ആത്മാവ് നിലനിൽക്കണം. നിങ്ങളുടെ ആ ഒരു നേരത്തെ പരിശുദ്ധാത്മാവ് വേണ്ടി ചെയ്യുമ്പോൾ ഒരു നേരത്തെ നമ്മുടെ ആത്മാവ് വേണ്ടി ചെയ്യുമ്പോൾ ഒരു സമയത്ത് ദുരാത്മാവ് പോകരുത്. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യം നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ വിചാരം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പലവിധ പ്രശ്നങ്ങൾ നമ്മൾ കുറിച്ചാണ്. ഹല്ലേലൂയ. ഞാനൊക്കെ ഇച്ചിരി തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കർത്താവെ നിന്റെ ഹിതമല്ലാത്ത ഒന്നും എന്റെ ജീവിതം നടക്കരുത്. മുന്നേ ഞാൻ കൊടുക്കും. എന്നിട്ട് എന്തായാലും വന്ന നമ്മുടെ കർത്താവിന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു ട്രിക്കാണെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയം വരുമ്പോഴും ഹല്ലേലൂയ അത് ദൈവമേ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെല്ലാം പിശാച് കൊണ്ടുവരുന്നതല്ല. ഹല്ലേലൂയ. ദൈവം അയക്കുന്ന ചില കഷ്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. അതെന്തിനാന്ന് വെച്ചാൽ നിന്നെ പണിഞ്ഞ് പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കഷ്ടത മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്, ഉപവസിക്കരുത്. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് ദൈവത്തിന്റെ ഹിതപ്രകാരം വന്നാൽ തിരിച്ചറിഞ്ഞാൽ കർത്താവെ ഇതിനെ ജയിച്ചു തരാൻ വേണ്ടത് കൃപ എന്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പട്ടുപോകാതിരിക്കുകയാണ്. ദൈവം അയക്കുന്ന ഒരിക്കലും നമ്മൾ പട്ടുപോകത്തില്ല കേട്ടോ. അല്ലെ ഞാൻ പറയാൻ എനിക്കറിയാം. ദൈവം അയക്കുന്ന ആണ് കഷ്ടത എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഒരു കാര്യം വെളിപ്പെടും. നിങ്ങൾക്ക് വേണ്ട പ്രൊവിഷൻ ഉടങ്ങും. ഒരിക്കലും പട്ടിണി അടക്കത്തില്ല. ഒരിക്കലും നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ഒരു കാര്യത്തിന് ആരോടും പോയി വായ്പ ചോദിക്കാൻ ഇടവരുത്തില്ല. ഒരിക്കലും നിങ്ങൾ ആരോഗ്യം പോയി കൈനീട്ടാൻ ഇടയാക്കത്തില്ല. കാരണം ഇത് ദൈവം അയച്ച കഷ്ടതയാണെങ്കിൽ അതിനകത്ത് നമുക്കുള്ള പ്രൊവിഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈശ്വര പ്രവചനത്തിൽ പറയുന്ന ഹല്ലേലൂയ ഈ നീ കൂടെ നടക്കം വെള്ളത്തിലൂടെ പോകും. ഇതൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലാന്നല്ല. അവിടെയൊക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇതുകൂടെല്ലാം നീ പോയി പുറത്തു വരണം. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ് നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ. എന്താ വിശ്വാസം? ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന ദൈവത്തിന് സനുവിനെ പരിശോധിച്ചെങ്കിൽ വേണം സനുവ് എന്താന്ന് അറിയാനായിട്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഈ പരിശോധന വരുമ്പോ ഈ പരീക്ഷ വരുമ്പോ സനുവിന് മനസ്സിലാവും ഒരു കാര്യം. എന്താണെന്നറിയാം, എനിക്ക് ഇത്ര വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? എനിക്ക് ഇത്ര ഇതുണ്ടായിരുന്നുള്ളൂ, ഇത്ര ശക്തി ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര ബലം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇടറി പോയല്ലോ, അല്ലെ സംശയിച്ചു പോയല്ലോ. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിശ്വാസ പരിശോധന. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വിശ്വാസ പരിശോധന കടന്നു വരുമ്പോൾ ദൈവത്തിന് എന്നെ പരീക്ഷിച്ചിട്ട് അറിയേണ്ട കാര്യമില്ല. ആ ജപത്തിൽ തന്നെ അവസാനത്തെ അറിയുന്നുണ്ട് നമ്മുടെ ദൈവം. നമ്മൾ ജനിക്കുന്ന മുമ്പേ നമ്മുടെ അവസാനം വരെ അറിയുന്ന ദൈവം. അല്ലെങ്കിൽ ദിവസം ഇന്ന് നമ്മൾ ഈ മണിക്കൂർ എന്ത് ചെയ്ത ദൈവം മുന്നമേ അറിയുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞ നീ എന്തെങ്കിലും കാര്യം ചിന്തിച്ചു കഴിയുമ്പോൾ നീ അറിയുന്നത്. അപ്പൊ നീ ചിന്തിക്കാൻ പോകുന്നു, നീ എന്താ ചിന്തിക്കാൻ പോകുന്ന അറിയുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവത്തിൽ നമ്മളെ പരീക്ഷിച്ചിട്ട് നമ്മളെ പരിശോധിച്ചിട്ട് ഹല്ലേലൂയ നമ്മളെ കുറിച്ച് അറിയണ്ട. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ചിലപ്പോൾ നമുക്ക് വിശ്വാസമാണ്, എനിക്ക് ഭയങ്കര ധൈര്യമാണ്, എനിക്ക് ഭയങ്കര ആത്മശക്തി എന്നൊക്കെ പറയും. പക്ഷെ ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളവിടെ പരാജയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശക്തി പോരാ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് ഈ അന്ത്യ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന മൃഗന്മാരെ പോലെ തെറ്റിച്ച് കളയുന്ന കാലഘട്ടമാണ്. നമ്മളിപ്പോ കാണുന്ന പല നിയമദാസന്മാരും ഹല്ലേലൂയ അവരുടെ രഹസ്യത്തിൽ ഹല്ലേലൂയ അവർ എന്താണെന്ന് അറിയുന്ന ദൈവം അവർ തെറ്റിച്ച് കളയുന്ന കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്. എത്ര ഭക്തനാണെന്ന് പറഞ്ഞാലും, എത്ര ആത്മശക്തികളാണെന്ന് പറഞ്ഞാലും, എത്ര പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, എത്ര വചനത്തിന്റെ വെളിപ്പാടുള്ളതാണ് അവരെ തെറ്റിക്കുന്നത്. അതാ കാലഘട്ടം. ഹല്ലേലൂയ. ശത്രു ഹല്ലേലൂയ അവന്റെ സർവ്വശക്തിയും എടുത്ത് പോരാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നേച്ചർ നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ, കപടത നിറഞ്ഞ ഹല്ലേലൂയ പൈശാചിക ശക്തിയോടെ വ്യാപരിച്ചുള്ള ഒരു കാലഘട്ടം നമ്മൾ നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവത്തോട് നിൽക്കണമെങ്കിൽ ഈ ശക്തി പോരാ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മളെ കടന്നു വന്നത് ഹല്ലേലൂയ. നമുക്ക് അടുത്ത വാക്യത്തിന്റെ അകത്ത് പറഞ്ഞ കഷ്ടമായി കൂടെ വരം നൽകി. അപ്പൊ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് അനുഭവിച്ചു പോയി ദൈവം നമുക്ക് വരം നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ പോലെ പിടിപുരക്കരുത്.
പരാതി പറയരുത്. ഹാലേലൂയ. നമ്മൾ ദൈവത്തെ കുറ്റം പറയരുത്. ഹാലേലൂയ. അവിശ്വാസത്തെ കാട്ടി അവിശ്വാസം നമ്മുടെ വായിൽ വരരുത്. ഹാലേലൂയ. വിശ്വാസത്തോടെ ഹാലേലൂയ പോരാടിക്കൊണ്ട് നമ്മൾ നിൽക്കണം. എവിടെയാ വിശ്വാസത്തിന്റെ പോരാട്ടം നമ്മൾ വന്നു കഴിഞ്ഞാൽ ശത്രുവിനെ നമ്മളെ കീഴടക്കാൻ കഴിയില്ല. ദൈവം നമുക്ക് നൽകുന്ന അധികാരം പാമ്പുകളെ സകല പേരത്തിൽ അധികാരം തന്നു ദോഷം വരുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷം ചെയ്യാൻ ഒരിക്കലും ശത്രുവിന് കഴിയില്ല. ഹാലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈ ദിവസങ്ങളിൽ ഹാലേലൂയ ഒന്ന് മാറി ചിന്തിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ പറഞ്ഞ പോയിന്റുകൾ സുവിശേഷ യോഗ്യമാവണം നടന്ന് ഏകാത്മം ഉറച്ചു നിന്ന് ഏക മനസ്സോടെ നിന്ന് വിശ്വാസികളും പോരാട്ടമൊക്കെ കഴിച്ചാൽ ഹാലേലൂയ നമ്മൾ എന്താകുന്ന ലോകക്കാരൻ നമ്മളെന്നുള്ള വ്യത്യാസം ലോകത്തിന് മുമ്പ് തെളിയിക്കും. അപ്പൊ ലോകക്കാരാണ് വിശ്വാസി ആരാണ് തിരിച്ചറിയാൻ വയ്യ. ലോകക്കാരെ വിഷയം വന്നാൽ എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ വിശ്വാസി. ഇപ്പൊ വിശ്വാസിയുടെ ജീവിതത്തിൽ വിഷയം വന്നാൽ എവിടുന്ന് ലോൺ എടുക്കാം, എവിടുന്ന് കടമേടിക്കാം, ആരോട് ചോദിക്കാം, എങ്ങോട്ട് ഓടാം എന്നൊക്കെ ചിന്തിക്കണം. ഈ ലോകക്കാരന് എന്ത് വ്യത്യാസമുണ്ട്? പ്രാർത്ഥനയപ്പോ ചവിടുമായി വാക്ക് വന്നു സത്യ ഞാനൊക്കെ കടുപർവ്വതം കണ്ടേ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും യഹോവയിൽ നിന്ന് വരുന്ന. നമുക്കൊരു ആവശ്യം വന്നാൽ സൈഡിലോട്ടൊന്നും നോക്കരുത്, നേരെ മുകളോട്ട് നോക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂട്ടുകാർ സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് പൈസയ്ക്ക് ആവശ്യം വന്നു. ഞാനെപ്പോഴും പൈസയ്ക്കൊക്കെ എന്തെങ്കിലും വലിയ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം കട്ടിലിന് സൈഡിലോട്ട് രണ്ട് തലയിലെടുത്ത് ഇങ്ങനെ ചാരി ഇങ്ങനെ മുകളോട്ട് നോക്കും. കാലില്ല ദൈവത്തിലേക്ക് നോക്കും. ഒന്നും പറയത്തില്ല, ഒരു സംസാരമില്ല, വാ തുറക്കത്തില്ല, ഞാൻ വാ ചലിപ്പിക്കത്തില്ല. പക്ഷെ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കും. ആ സെക്കൻഡ് ദൈവം പ്രവർത്തിക്കും. കാലില്ല. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോ എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു. ആരോ എനിക്ക് കുറച്ച് പൈസ അയച്ചിട്ടുണ്ട്. ആരയച്ചവന് പിടിയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ദുബായ് അക്കൗണ്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ ആ ICICI ബാങ്ക് അക്കൗണ്ട് കൊടുത്തിരിക്കുന്ന വളരെ 2-3 ലിമിറ്റഡ് ആൾക്കാരുടെ കയ്യിൽ ഒന്നും എനിക്കില്ല. അപ്പൊ ഒരു സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററാണ് പൈസ അയച്ചത്? അല്ല, ഞാൻ പറയും NVD അക്കൗണ്ടിൽ നിന്ന് പൈസ വന്നേക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്റെ ആരയച്ചത് കാലേ. അപ്പം വേറൊരു പുള്ളിക്കാരെ ചോദിച്ചു. അപ്പൊ ആന്റി ഞാൻ അയച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചല്ല മോള് അയക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു. 2 ദിവസം ദൈവം ആന്റി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഞാന് വൈകിട്ട് ബാത്റൂമിലേക്ക് കണ്ടു കയറാൻ പോയി. എന്താ ചെയ്യാൻ പോയി? അപ്പൊ ദൈവം പറഞ്ഞു പിന്നെ മതി പോയിട്ട് പൈസ അയക്കണം. എന്ന് വെച്ചാൽ ഞാൻ എന്റെ റൂമില് എന്റെ കട്ടിലിന്മേൽ ഇരുന്നിട്ട് കിടക്കമേൽ ഇരുന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ സമയത്ത് അവിടെ കർത്താവരെ ചെയ്യാൻ പോയ പണി ചെയ്യിക്കാതെ ആ പൈസ സെക്കൻഡിലായി പോയി. ഞാൻ വല്ല ദൈവത്തോട് പറഞ്ഞോ? ഇല്ല. ഞാൻ ഏതെങ്കിലും മനുഷ്യനോട് പറഞ്ഞോ? ഇല്ല. കാരണം വെച്ചാൽ നമ്മുടെ സഹായം എവിടെ നിന്നാ വരണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ സഹായം മനുഷ്യരെന്നെ സഹായിക്കണ്ട. എനിക്ക് മനുഷ്യന്റെ സഹായം വേണ്ട, എനിക്ക് എന്റെ സഹായം ദൈവത്തിന് തന്നെ വരണം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു വചനമാണ് പത്രോസ് പണ്ടത്തിൽ ഇറങ്ങി യേശുവിന്റെ അടുക്കലേക്ക് നടന്നത്. പത്രോസ് മുങ്ങിപ്പോയി. പത്രോസിന് മുക്കുവനായിരുന്നില്ലേ? പത്രോസ് കടലിന്റെ ആഴങ്ങൾ അറിയില്ലേ? നീന്താൻ അറിയില്ലേ? മുങ്ങാൻ അറിയില്ലേ? പക്ഷെ പത്രോസ് അറിയുന്നല്ലേ നാദാ രക്ഷിക്കണേന്ന് വിളിച്ചു. എന്താ ഇറങ്ങാൻ പറഞ്ഞവന്റെ ഉത്തരവാദിത്വം നമ്മളെ രക്ഷിക്കാന്നുള്ളത്. നമ്മളെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്നെല്ലാം നൽകാന്നുള്ള. നമ്മൾ മറ്റുള്ളവർ മുമ്പ് നിന്നയായപ്പോ അതിന്റെ നിന്ന ആൾക്കാർ നമ്മുടെ കർത്താവിനാ. അതുകൊണ്ടാണ് പറയുന്നത് ദൈവമാണ് നമ്മളൊരു വേലയ്ക്ക് ആക്കി വെച്ചെങ്കിൽ ആരോടും ചോദിക്കേണ്ടി വരത്തില്ല, ആരോടും കൈവീട്ടേണ്ടി വരത്തില്ല. ഒരിടത്ത് പോലെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്ത് എന്നെ സഹായിക്കണമേ ഇതിലേക്ക് അയക്കണമേ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന അവസാനം പോലെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഷോ ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഞാൻ പല ദൈവദാസന്മാരെ കുറിച്ച് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ ഞാൻ അന്ന് എനിക്ക് ദൈവം തന്ന വിശ്വാസം, ഇന്നും തന്ന വിശ്വാസം, നമ്മൾ ഏത് മീറ്റിംഗ് എത്ര വളർന്നാലും ഞാൻ പറയാം, ഏത് ലൈവ് ഇട്ടാലും അതിന്റെ പറഞ്ഞാൽ നിങ്ങൾ UPI ID അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഇടേണ്ട കാര്യമില്ല. അതെന്തായാലും വിജയ് പാസ്റ്റ് ഇടാറില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സന്തോഷം. മറ്റുള്ളവരെല്ലാം സൂക്ഷിച്ച് കഴിയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എഴുതി കാണിക്കാം. ഇതിന്റെ ആവശ്യമില്ല. കാരണം എന്നെ വിളിച്ച എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്ന എന്റെ ബോസ് ആണ് എനിക്ക് സാലറി തരുന്നത്. എന്നെ ശുശ്രൂഷയ്ക്കാക്കി വെച്ച ദൈവമാണെങ്കിൽ എന്റെ ബോസ് ദൈവമാണ്. ആ ദൈവം എനിക്ക് പ്രതിഫലം തരും. ആ ദൈവം നേരിട്ട് സ്വർഗത്തിൽ നിന്ന് നൂലേക്കെട്ട് ഇറക്കത്തരുമെന്ന് ചെല്ലത്തില്ല. അങ്ങനെയല്ല, ദൈവം ഇടപെടേണ്ടവരോട് ഇടപെടും, സംസാരിക്കേണ്ടവരോട് സംസാരിക്കും. ഏലിയാവിന് വേണ്ടി ഒരു കാക്കയെ ഒരുക്കിയ ദൈവം ഇന്നും മരിച്ചു പോയിട്ടൊന്നും.
കല്ലറകൾ അടയ്ക്കപ്പെട്ടിട്ടൊന്നുമില്ല. കല്ലറ ഇന്നും തുറന്നാ കിടക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ? അപ്പൊ ഇതുപോലെ വിശ്വാസം നമ്മൾ നിൽക്കണമെങ്കിൽ, ദൈവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. നമുക്ക് ഏകാത്മാവിൽ ഏക മനസ്സോടുകൂടി വിശ്വാസത്തിൽ പോരാട്ടം കഴിച്ച് സുവിശേഷത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുക. നമ്മൾ എപ്പോഴും പല മനസ്സുള്ളവരായിരിക്കാതെ ഏക മനസ്സുള്ളവരായി തന്നെ ഇരിക്കുക. നമ്മുടെ ആത്മാവ് പല ആത്മാവ് നമ്മൾ ഭരിക്കാൻ ഇടയാക്കാതെ പരിശുദ്ധാത്മാവിന്റെ നമ്മളെത്തും. ഇതിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയും, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുണ്ടാവും. നിങ്ങൾ ഒരിടത്തും ലജിച്ചു പോകത്തില്ല. നിങ്ങളുടെ തല ഉയർത്തുന്നത് ദൈവമാണെങ്കിൽ ആ തലയെന്നും ഉയർന്ന് തന്നെ നിൽക്കും. ഒരിടത്ത് പോലും തല കുനിച്ച് നിൽക്കാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കത്തില്ല. ഈ വചനത്തെ ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം അനുഭവിച്ച ദേവദാസന് നന്ദി പറയുന്നു. നിങ്ങൾക്കൊക്കെ ദേവദാസന്റെ കണക്ക് അടുക്കും ചിറ്റമായിട്ട് പ്രസംഗം ഒന്നും അല്ല എന്റേത്. എനിക്ക് കിട്ടുന്നിടത്ത് നിന്ന് ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ സഹിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവരും അനുഗ്രഹിക്കാൻ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. തന്റെ ദാസിയിലൂടെ പരിശുദ്ധയാത്മാവ് നമുക്ക് നൽകിയ വിലപ്പെട്ട ദൂതുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്കതിനെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കതിനെ ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് എടുക്കാം. ഹല്ലേലൂയ. നിത്യതയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു വിലപ്പെട്ട സന്ദേശമാണ് ദൈവാത്മാവ് നമുക്ക് നൽകിയത്. എടുത്ത വാക്യങ്ങളെല്ലാം മിക്കതും ലേഖനങ്ങളിൽ നിന്നാണ്. 1-2 എണ്ണമേ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തി നൽകും. ഈടുറ്റ ആ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരാത്മപകർച്ച ആ നിലയിലാണ് ശുശ്രൂഷിച്ചത്. ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ വായിച്ചതുപോലെ ഒരു പ്രബോധനം പോലെയാണ്. പരിശുദ്ധാത്മാവ് അതായിരുന്നു ആഗ്രഹിച്ചത്, അതാണ് നമുക്ക് അനുവദിച്ചു നൽകിയത്, അതാണ് ഇന്ന് പകൽ നമ്മൾ പ്രാപിച്ചത്. ചേർന്നാമേൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ദാസിയെ കർത്താവ് ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാലുള്ള നന്ദിയും സ്നേഹവും വന്ദനങ്ങളും തന്റെ ദാസിക്ക് ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ ശക്തമായി വീണ്ടും ഏതു മേഖലകളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നോ ആ ഇടങ്ങളിൽ ദൈവം തന്നെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും സറാമന്റെ റെക്കോർഡ് ഓഫ് ചെയ്ത് തരും. എല്ലാ കണ്ണുകളെയും ഒരു നിമിഷം അടച്ചാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാണ്. ഒരു നിമിഷം